ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാമ്പതയേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമുക്ക് രാമായണ പാരായണം ചൊല്ലാം. എല്ലാവർക്കും നമസ്കാരം. എല്ലാ മക്കളെയും ഭക്തമക്കളെ എല്ലാവരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അധ്യാത്മരാമായണം കിളിപ്പാട്ട് യുദ്ധകാന്ഡമാണ്. നമുക്ക് ആദ്യമേ ശ്രീരാമ ഭഗവാനെ ഭജിക്കാം. ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. 24-ാം ദിവസം വിഭീഷണൻ്റെ ശരണപ്രാപ്തിയാണ്. നമുക്ക് രാവണൻ അദ്ദേഹത്തിനെ വധിക്കാനൊരുങ്ങി. ഉപദേശങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. സീതയെ ശ്രീരാമന് നൽകിയിട്ട് അഭയം ചെയ്യൂ, ഭഗവാന്റെ ശരണാഗതി അടയൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? വിഭീഷണനെ അവയുടെ ഇന്ദ്രഹാസ വാളിന് ഇരയാക്കും, ആഹാരം കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഭാര്യയും ധനവും വീടും എല്ലാം പരിത്യജിച്ചിട്ട് അമാത്യന്മാർ 4 അമാത്യന്മാരുമായിട്ട് ഭഗവാന്റെ അടുക്കലേക്ക് പോകുന്നതാണ് നമ്മൾ വായിക്കുന്നത്. അങ്ങനെ ഒരു വിനാശം, കുലം മൊത്തം നശിച്ചിട്ട് പോകുന്നതിനേക്കാൾ നല്ലത് ആദ്യമേ തന്നെ അങ്ങ് പോകാമല്ലോ എന്ന് കരുതി അയാളെ രാവണനെ നമസ്കരിച്ചിട്ട് യാത്ര പറഞ്ഞൊക്കെ പോവുകയാണ്. അങ്ങനെ ആശരവംശ വിനാശനം വരും മുമ്പേ ദാശരഥിയെ ശരണം ഗതോസ്മി ഞാൻ. ഭഗവാൻ ദാശരഥി ശ്രീരാമനെ ശരണം അവിടേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്കിനി വിഭീഷണൻ ആ ശരണപ്രാപ്തിക്ക് വേണ്ടിയാണ് നമുക്കിനി വായിക്കാം. രാവണൻ തന്നിയോഗേന വിഭീഷണൻ ദേവദേവേശ പാദാബ്ജ സേവാർത്ഥമായി ശോകം വിനാ 4 അമാത്യന്മാരുമായി ഉടൻ ആകാശമാർഗേ ഗമിച്ചാൻ അതിദ്രുതം. അങ്ങനെ ഭഗവാന്റെ അടുക്കിലേക്ക് പോകുന്നു വിഭീഷണൻ. ശ്രീരാമദേവൻ ഇരുന്നരുളുന്ന അതിൻ നേരെ മുകളിൽ നിന്ന് ഉച്ചൈസ്തരമവൻ, ഭഗവാൻ ഇരിക്കുന്നതിൻ്റെ മുകളിൽ തന്നെ വന്ന് നിന്നും കൊണ്ട് വ്യക്തവർണ്ണേന ചൊല്ലിടിനാൻ എത്രയും ഭക്തി വിനയ വിശുദ്ധ മതിസ്ഫുടം. അവിടെ ഉച്ചത്തിൽ ചെന്ന് പറയുന്നു. ഭഗവാന്റെ നേരെ മുകളിൽ വന്ന് നിന്നും കൊണ്ട് ഭഗവാൻ എവിടാ നിൽക്കുന്നത് അതിൻ്റെ മുകളിൽ വന്നിട്ട് ഉച്ചത്തിൽ പറയുന്നു. എന്താ പറയാ? ഭക്തി വിനയ വിശദസ്ഫുടം. അത്രമാത്രം മനസ്സ് സന്തോഷം, സ്ഫുടം, തെളിഞ്ഞുള്ള ഒരു മനസ്സോടുകൂടി ഭക്തിയോട്ട് വിനയമായിട്ട് ഭഗവാനോട് പറയുന്നു. രാമ രമാ രമണ ത്രിലോകീപതേ സ്വാമിൻ ജയ ജയ നാഥ ജയ ജയ. ശ്രീരാമനെ ഭജിക്കുന്നു മുകളിൽ നിന്നുകൊണ്ട്. രാജീവനേത്ര മുകുന്ദ ജയ ജയ രാജശിഖാമണി സീതാപദേ ജയ. രാവണൻ തന്നുടെ സോദരൻ ഞാൻ തവ സേവാർത്ഥമായി വിടകൊണ്ടേൻ ദയാനിധേ. ഞാൻ രാവണൻ്റെ സഹോദരനാണ്.
തവ ഭഗവാന്റെ സേവാർത്ഥമായി ഞാൻ ഭഗവാനെ സേവിക്കാൻ വേണ്ടി വിടകൊണ്ടു ഞാൻ രാവണപുരത്തിൽ നിന്ന് ഞാൻ ഭഗവാന്റെ അടുക്കലേക്ക് വിടകൊണ്ടു വന്നു ഞാൻ ഭഗവാനെ സേവിക്കാൻ. ആമ്നായമൂർത്തേ രഘുപതേ ശ്രീപതേ ആമ്നാ വിഭീഷണൻ ത്വൽഭക്ത സേവകൻ. ഞാൻ ഭഗവാന്റെ സേവകൻ, എൻ്റെ പേര് വിഭീഷണൻ. ദേവിയെ കട്ടത് അനുചിതം നീ എന്ന് രാവണനോട് ഞാൻ നല്ലത് ചൊല്ലിയേൻ. കട്ടത് അനുചിതമാണ്, അത് ദോഷമാണ് അങ്ങ് ചെയ്തത്. ദേവിയെ ശ്രീരാമനായിക്കൊണ്ട് നൽകുന്ന ആവോളം ഏറ്റം പറഞ്ഞേൻ പലതരം. അത്രമാത്രം നിർബന്ധിച്ച് ഭഗവാനെ ഏൽപ്പിക്കൂ. വിജ്ഞാനമാർഗം എല്ലാം ഉപദേശിച്ച് അജ്ഞാനിയാകയാൽ ഏറ്റതില്ലേതുമേ. അജ്ഞാനിയായതുകൊണ്ട് രാവണൻ അത് ഏറ്റില്ല. ഞാൻ എന്തെല്ലാം ഉപദേശങ്ങൾ കൊടുത്തു അതിലൊന്നും അദ്ദേഹം ഏറ്റില്ല, അനുസരിച്ചില്ല. പഥ്യമായുള്ളത് ചൊല്ലിയത് ഏറ്റം അപഥ്യമായി വന്നിത് അവനു വിധിവശാൽ. ഞാൻ യുക്തമായത് പഥ്യമായുള്ളത് ഞാൻ പറഞ്ഞപ്പോൾ അപഥ്യമായി അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല ആ പറഞ്ഞതൊന്നും. അതുകൊണ്ട് പഥ്യമായത് കൊടുത്തപ്പോൾ അപഥ്യമായി വന്നിത് അവന് വിധിവശാൽ. അവൻ്റെ വിധിയാണത്, അതുകൊണ്ട് അവന് അപഥ്യമായി തോന്നി. ഇതെല്ലാം പറയുന്നത് തെറ്റാണെന്ന് തോന്നിപ്പോയി. വാളുമായി എന്നെ വധിപ്പാൻ അടുത്തിതു കാളഭുജംഗ വേഗേന ലങ്കേശ്വരൻ. കാളസർപ്പം പോലെ എൻ്റെ അടുക്കേക്ക് വന്ന് വധിക്കാൻ. മൃത്യുഭയത്താൽ അടിയനും എത്രയും ചിത്താകുലതയാ പാഞ്ഞുപാഞ്ഞിക. ഞാൻ അങ്ങനെയും ഞാൻ മരണഭയത്തെ പേടിച്ചിട്ട് എൻ്റെ മനസ്സ് വിഷമിച്ച് ഞാൻ അവിടുന്ന് പാഞ്ഞോടി ഇവിടേക്ക്. 4 അമാത്യന്മാരുമായി വിടകൊണ്ടേനൊരു ആലംബനം മറ്റെനിക്കില്ല ദൈവമേ. എനിക്ക് വേറൊരു ആശ്രയമില്ല. അങ്ങനെ ഞാൻ 4 അമാത്യന്മാർ, അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട മന്ത്രി, അയാൾക്ക് വേണ്ടുന്ന ആൾക്കാർ കൂടെ ഉള്ളവർ, അല്ലാതെ ഭാര്യ മക്കളൊന്നുമല്ല, അവരൊക്കെ ത്യജിച്ചിട്ടാണ് വന്നത്. അങ്ങനെ അമാത്യന്മാരുമായിട്ട് ഞാൻ ഇവിടേക്ക് വന്നു. ദൈവമേ രാമ, ജന്മ മരണ മോക്ഷാർത്ഥം ഭവച്ചരണാംബുജം മേ ശരണം കരണാംബുധേ. അമ്മ, എനിക്ക് ജന്മമരണത്തിനല്ല മോക്ഷം വരണം ഭഗവനെ, അങ്ങയുടെ ചരണം എനിക്കെപ്പോഴും ശരണം കരുണാംബുധേ. എനിക്ക് അവിടുത്തെ ചരണം മാത്രം മതി, ഇവിടുത്തെ ഭക്തി മാത്രം മതി, അവിടെ സേവിച്ചിരിക്കണം. എനിക്ക് ജനനവും മരണവും ഇനി വേണ്ട. യുദ്ധം വിഭീഷണ വാക്യങ്ങൾ കേട്ടളവുദ്ധായ സുഗ്രീവനും പറഞ്ഞിടി ഞാൻ. അപ്പോൾ സുഗ്രീവൻ എന്താ പറഞ്ഞത്? ഭഗവാൻ ശ്രീരാമനോട് ഇത്രയെല്ലാം ഈ വിഭീഷണൻ പറഞ്ഞ് വിഷമിച്ച് ഭക്തിപൂർവ്വം ചെയ്തപ്പോൾ സുഗ്രീവൻ പറയുന്നു, ഈ ഉദ്ധായ സുഗ്രീവൻ പറഞ്ഞിടിനാൻ വിശ്വേശ രാക്ഷസൻ മായാവിഹത്രയും. ഒരു വട്ടം അബദ്ധം വന്നല്ലേ, മായയായിട്ട് വന്ന് സീതയെ കൊണ്ടുപോയി, അതുകൊണ്ട് അവർക്ക് ഭയമുണ്ട്. അത് സുഗ്രീവന് അതിന് അത്രയ്ക്കുള്ള ഭക്തനും ഈ ഭാഗവതോത്തമൻ വിഭീഷണനെ പോലെ അല്ല. അതുകൊണ്ട് എന്തോരം ഒരു വട്ടം ഒരു അബദ്ധം വന്നാൽ പിന്നെ അങ്ങനെ ആയിക്കൂടാ. അതുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നു, ഭഗവാനേ വിശ്വേശ രാക്ഷസന്മാർ മായാവിയാണ്, വിശ്വാസയോഗ്യനല്ലെന്നത് നിർണയം നമുക്ക് വിശ്വസിക്കാൻ പറ്റുകയില്ല. പിന്നെ വിശേഷിച്ചു രാവണ രാക്ഷസൻ തന്നുടെ സോദരൻ വിക്രമമുള്ളവൻ, പ്രത്യേകിച്ച് പിന്നെ അവൻ രാവണന്റെ അനുജനും കൂടെയാണ്. തന്നുടെ സോദരൻ വിക്രമവൻ, അത് രാവണന്റെ സഹോദരനാണ്, അത് വിക്രമമുള്ളവനാണ്. ആയുധപാണിയായി വന്നാൽ അമാത്യരും മായാ വിഷാദരന്മാരെന്ന് നിർണയം. ചിലപ്പോൾ ഒരു ആയുധപാണികൾക്കായിട്ടായിരിക്കും വന്നിരിക്കുന്നത്. മായാ വിശാരദന്മാരാണ്. ഛിദ്രം കുറഞ്ഞൊന്നു കാണെങ്കിലും നമ്മുടെ നിദ്രയെങ്കിലും നിഗ്രഹിച്ചിടുമേ. അതായത് സുഗ്രീവനും പറഞ്ഞിടുന്ന യുദ്ധം വിഭീഷണവാക്യങ്ങൾ കേട്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു സുഗ്രീവൻ, വിശേഷ രാക്ഷസൻ മായാവിയത്രയും വിശ്വാസയോഗ്യനല്ലെന്നത് നിർണയം. പിന്നെ വിശേഷിച്ചും രാവണൻ രാക്ഷസൻ തങ്ങളുടെ സോദരൻ വിക്രമമുള്ളവനാണ്, ആയുധപാണിയായി വന്നാൻ അമാത്യരും അവർ അമാത്യന്മാരായിട്ട് വന്നതായിരിക്കും മായാ വിശാരദന്മാരെന്ന് നിർണയം. ഛിദ്രം കുറഞ്ഞൊന്നു കാണെങ്കിലും നമ്മുടെ നിദ്രയിലെങ്കിലും നിഗ്രഹിച്ചിടുമേ. അപ്പോൾ ഇപ്പം നമുക്ക് തോന്നും ഇവർ നന്നായിട്ട് വരുന്നു, അവർക്ക് വിഷമം ദേഷ്യം തോന്നാതെ വരുന്നു. പക്ഷെ നമ്മൾ ഉറങ്ങുമ്പോഴായിരിക്കും ഇവർ നമ്മളെ അപകടപ്പെടുത്തുന്നത്. ഇവരിങ്ങനെ ഓർമ്മിപ്പിച്ചു ഭഗവാനോട്. ഛിദ്രം ഇപ്പം നമ്മുടെ അല്പം കുറഞ്ഞ് കാണിക്കും, ഇങ്ങനെ അവിടാണ് ശരണം രക്ഷിക്കണം എന്ന് പറഞ്ഞ് വന്നാലും നമ്മൾ ഉറങ്ങി കിടക്കുമ്പോൾ ചിലപ്പോൾ ഇവർ നമ്മളെ ഉപദ്രവിച്ചിരിക്കും. ഛിദ്രം കുറഞ്ഞൊന്ന് കാണെങ്കിലും നമ്മുടെ നിദ്രയിലെങ്കിലും നിഗ്രഹിച്ചിടുമേ. ചിന്തിച്ചുടൻ നിയോഗിക്കാ കവികളെ ഹന്തവനിന്നിവനില്ലൊരു സംശയം. അപ്പോൾ നിദ്രയിലെങ്കിലും നമ്മളെ നിഗ്രഹിക്കും. ഇങ്ങനെ ചിന്തിച്ച് ഉടൻ നിയോഗിക്കുക കവികളോട് പറയുന്നു. ഹന്തവ്യൻ എന്നിവനല്ല ഇല്ലൊരു സംശയം. അപ്പോൾ ഭഗവാൻ അറിയാം, ഇങ്ങനെ ഒരാളെ കാണുമ്പോൾ, ഭക്തനെ കാണുമ്പോൾ അറിയുകൊണ്ട്
ഇവൻ മരിക്കപ്പെടേണ്ടവനല്ല. അങ്ങനെ ഈ നിദ്രയിലെങ്കിലും നമ്മളെ ചിലപ്പോൾ അപകടപ്പെടുത്തുമെന്ന് ഈ സുഗ്രീവനൊക്കെ പറഞ്ഞപ്പോൾ ഭഗവാൻ ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് പറയുന്നു, നിയോഗിക്ക കവികളോട് പറയുന്നു, ഹന്തവ്യൻ ഇന്നിവനില്ല, ഇവൻ വധിക്കപ്പെടേണ്ടവനല്ല. ഹന്തവ്യൻ ഇന്നിവനില്ല ഒരു സംശയം. ശത്രുപക്ഷത്തെങ്കിലുള്ള ജനങ്ങളെ മിത്രമെന്ന് ഓർത്തുടൻ വിശ്വസിക്കുന്നതിൽ ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിടുന്ന അത് ഉത്തമമാകുന്നത് എന്ന് ഓർക്കേണമേ. ശത്രുപക്ഷത്തിലുള്ളവരാണ് ഇവർ. അവരെ മിത്രമെന്നോർത്ത് നമ്മൾ വിശ്വസിച്ചാൽ, ശത്രുക്കളെ നമ്മൾ മിത്രമാണെന്ന് കരുതിയാൽ ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിടുന്നത് ഉത്തമമാകുന്നത് എന്നത് ഓർക്കണമേ. അത് ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിടുന്നത് ഉത്തമമല്ല, ഉത്തമം എന്നല്ല, അതുത്തമം. ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിടുന്നത് അത് ഉത്തമമാകുന്നത് എന്നത് ഓർക്കുക. അത് യഥാർത്ഥമല്ല, ഉത്തമമല്ല. അതാണ് അതുത്തമം, അല്ലെങ്കിൽ ഉത്തമം എന്ന് പറഞ്ഞതിന് കൊടുക്കുന്നു. അതുത്തമം ആകുന്നു എന്നത് ഓർക്കണമേ. അതുകൊണ്ട് ഇത് ശരിയാവണം തോന്നുന്നില്ല. ചിന്തിച്ചു കണ്ടിനി നിന്തിരു ഉള്ളത്തിൽ എന്തൊന്ന് അഭിമതം എന്നരുൾ ചെയ്യണം. അതുകൊണ്ട് ഭഗവാൻ ചിന്തിച്ച് മനസ്സിലാക്കണം, അങ്ങനെ ചെയ്യണം. മറ്റുള്ള വാനര വീരരും ചിന്തിച്ചു കുറ്റം വരായ്വാൻ പറഞ്ഞാർ പലതരം. ഇനിയൊരു കുറ്റം വന്നുടല്ലോ. അതുകൊണ്ട് മറ്റുള്ള കവികളെല്ലാം കൂടെ ഇങ്ങനെ പറഞ്ഞു, പല രീതിയിലും ഓരോരുത്തർ അഭിപ്രായങ്ങൾ പറഞ്ഞു. അന്നേരം ഉദ്ധായ വന്ദിച്ചു മാരുതി ഭക്തനല്ലേ, മാരുതിക്ക് അറിയാം ഹനുമാൻ പറഞ്ഞു. അതുമല്ല, അവിടെ നിന്ന് ഹനുമാനെ വധിക്കാൻ പറയുമ്പോൾ അരുതരുതെന്ന് പറഞ്ഞതാരാ? വിഭീഷണന. അടയാളപ്പെടുത്തി വിട്ടാൽ മതി, ദൂതനെ കൊന്നുകൂടാന്ന് പറഞ്ഞപ്പോഴേ ഹനുമാൻ അറിയാൻ ഭക്തനാണെന്ന്. അതുകൊണ്ട് ഹനുമാൻ എന്ത് പറയുന്നു? അന്നേരം ഉദ്ധായ വന്ദിച്ചു മാരുതി ചൊന്നാൻ വിഭീഷണൻ ഉത്തമൻ എത്രയും. വിഭീഷണൻ ഉത്തമനാണ്. വന്നു ശരണം ഗമിച്ചവൻ തന്നെ നാം നന്നു രക്ഷിക്കുന്നത് എന്നുടെ മതം. അതായത് ഹനുമാൻ ചിന്തിച്ചു, ഇത് എൻ്റെ ഇഷ്ടം ഇങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്. ഹനുമാൻ എന്നുടെ മതം, അതായത് വന്ന് ശരണം ഗമിച്ച ഈ ഉത്തമനായ വിഭീഷണനാണ്, അവനെ രക്ഷിക്കുകയാണ് എന്നുടെ മതം. ഹനുമാന്റെ അഭിപ്രായം പറഞ്ഞു. നക്തഞ്ചരാന്വയത്തിങ്കിൽ ജനിച്ചവർ ശത്രുക്കൾ ഏവരുമെന്ന് വന്നിടുമോ? രാക്ഷസകുലത്തിൽ ജനിച്ചുകൊണ്ട് എല്ലാവരും അവനെ പോലെ ആകണമെന്നില്ലല്ലോ. നല്ലവരുണ്ടാം അവരിലും എന്നുള്ളതെല്ലാവരും നിരൂപിച്ചു കൊള്ളണമേ. നമുക്കെന്നറിയാം, നമ്മുടെ കുടുംബത്തിലും നമ്മുടെ നാട്ടിലൊക്കെ ഒരു കുടുംബത്തിൽ നല്ല നല്ല അച്ഛനും അമ്മയും മക്കളും എല്ലാവരും ആയിരിക്കും. ചിലപ്പോൾ ഒരെണ്ണം മതി അവിടെ ഇതുപോലെ അധമന്മാരായിട്ട്. ചിലപ്പോൾ എല്ലാ കൊള്ളരാത്തവർ ദുഷ്ടന്മാരായാലും ചിലത് ഒരെണ്ണം കാണും നല്ലത്, ഈശ്വരനോട് സ്നേഹമുള്ളത്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് നക്തഞ്ചര കുലത്തിലായാലും എല്ലാവരും ഒന്നുപോലെ ആകണമെന്നില്ലല്ലോ, ഹനുമാൻ പറഞ്ഞു. ജാതിനാമാദികൾക്കല്ല ഗുണഗണഭേദം എന്നത്രേ ബുധന്മാരുടെ മതം. ഇവിടെ ജാതിയോ കുലമോ ഒന്നും അല്ല, എന്താ ഗുണമാണ്. ഗുണങ്ങളുണ്ടോ? ഏത് നീച കുടുംബത്തിലോ ഏത് ദുഷ്ടന്മാരുടെ കുടുംബത്തിലോ എവിടെ ആകട്ടെ, ആ ഒരുത്തനെങ്കിലും അവിടെ ഗുണങ്ങളുടെ കൂട്ടം അവൻ്റെ ഉള്ളിലുണ്ടോ? അത് മനസ്സിലാക്കിയാൽ മതി. അതാണ് ഇവിടെ പറയുന്നത്. ജാതിനാമാദികൾക്കല്ല ഗുണഗണം ഭേദമെന്നത്രേ ബുധന്മാരുടെ മതം. ജ്ഞാനികൾ പറയുന്നത് അങ്ങനെ. ഇവിടെ ജാതി മതമൊന്നും അല്ല, ഗുണമാണ് നോക്കുന്നത്. ശാശ്വതമായുള്ള ധർമ്മം നൃപതികൾക്ക് രക്ഷണമെന്ന് ശാസ്ത്രോക്തിയും. ശാശ്വതമായുള്ള ധർമ്മം രാജാക്കന്മാർ ചെയ്യണം. ആശ്രയമായിട്ട് ഓടി വന്നാൽ അവരെ രക്ഷിക്കുക എന്നതാണ് രാജാക്കന്മാരുടെ ധർമ്മം. അപ്പോൾ ഇവിടെ ഒരാൾ അപേക്ഷയായിട്ട് വന്നാൽ എന്നെ രക്ഷിക്കണമേ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ഒരു രാജാവ് ശ്രീരാമൻ രക്ഷിക്കല്ലേ വേണ്ടുന്നത്. അതാണ് ശാസ്ത്രോക്തി എന്ന് മനസ്സിലാക്കണം. ഇത്തം പലരും പലവിധം ചൊന്നവ ചിത്തേ ധരിച്ചരുൾ ചെയ്തു രഘുപതി. പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ ഭഗവാൻ എന്ത് പറഞ്ഞു? മാരുതി ചൊന്നത് ഉപപന്നം എത്രയും വീരാ വിഭാകരപുത്ര വരികടോ. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, മാരുതി ചൊന്നത് യഥാർത്ഥമാണ്, യുക്തമാണ്. അതുകൊണ്ട് വീരാ വിഭാകരപുത്ര വരികടോ. ആകാശം നല്ലയോ ഇത് വിളിച്ച് എന്നെ രക്ഷിക്കണമേ, ഞാൻ എൻ്റെ സഹോദരനെ വധിക്കാമെന്ന് ഉപദേശം ചെയ്തപ്പോൾ പറഞ്ഞപ്പോൾ മുകളിൽ നിൽക്കല്ലേ. അപ്പോൾ മാരുതി പറഞ്ഞതാണ് യഥാർത്ഥം, ഉത്തമം. അതുകൊണ്ട് മാരുതി പറഞ്ഞതുപോലെ തന്നെ ആകട്ടെ. വീര വിഭാകരപുത്ര വരികടോ. ഞാൻ പറയുന്നത് കേൾപ്പിനെല്ലാവരും. ജാമ്പവാദാദി നീതിജ്ഞ വരന്മാരെ, അതായത് ജാമ്പവാദികളെല്ലാം നീതിജ്ഞ വരന്മാരാണല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾപ്പിന് എല്ലാവരും. അങ്ങനെ ഭഗവാൻ പറയുന്നു, ഞാൻ പറഞ്ഞ കേൾക്കൂ. വീര വിഭാകരപുത്ര വരികടോ. ജാമ്പവതാദി നീതിജ്ഞ വരന്മാരെ എല്ലാവരും വരിൻ. എന്നിട്ട് പറയുന്നു ഭഗവാൻ എന്താ പറയുന്നത്? ഉർവീശനായാൽ, അതായത് രാജാവാണ്. ഉർവീശൻ വെച്ചാൽ ഭൂമി രക്ഷിക്കുന്ന ആളും രാജാവ് ശ്രീരാമനാണല്ലോ. ഉർവീശനായാൽ ഇവിടെ ഉർവീശനായ രാജാവായാലും ആരായാലും, രാജാവ് ഇപ്പോൾ സുഗ്രീവനായാലും മരിച്ചുപോയ ബാലി ആയാലും
ശ്രീരാമനായാലും ആരായാലും ഒരു രാജാവിൻ്റെ ധർമ്മം അതാണ്. ഉറുവീശനായാൽ അവൻ ആശ്രയന്മാരെ ആരാണ് ആശ്രയം, എനിക്ക് എന്നെ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ആശ്രയം തേടി വരുന്നത് ആരാണ്? അവരെ സർവേശോ രക്ഷേശു അങ്ങനെ ഉള്ളവരെ സർവശോ രക്ഷേശുന ശോഭചൻ, അതായത് ആരാണ്? ശുനകനും ശോഭനാര നായും. അപ്പം അത് രണ്ടും രണ്ട് രീതിയാണ്. അത് അങ്ങനെയുള്ളവർ ആരായാലും ശോഭജൻ നായാന്ന് തോന്നുന്നു. ശുനകനാര എന്തോ ഏതോ എനിക്ക് അതിനെപ്പറ്റി അറിയാൻ വയ്യ. രാക്ഷസനാണോ ഒരാൾ പട്ടിയാന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് വന്നാൽ സർവശോ ശോഭചന ആവി രക്ഷിയാഞ്ഞാൽ അവൻ, അങ്ങനെ വരുന്നവരെ രക്ഷിക്കാഞ്ഞാൽ ആരായാലും ഒരു നീചനായാലും ശുനകനായാലും നായായാലും എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് അഭയം പറഞ്ഞ് വന്നാൽ അവനെ രക്ഷിക്കാഞ്ഞാൽ, അങ്ങനെ ഒരു രാജാവ് അവനെ തിരസ്കരിച്ച് വിട്ടാൽ രക്ഷിക്കാഞ്ഞാൽ എന്ത് വരും? ബ്രഹ്മഹാ കേവലം, അതായത് ബ്രഹ്മഹത്യ ചെയ്തവന് തുല്യമാണ്, പാപിയാണ് ഒരു രാജാവ്. ഒരിക്കലും എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് അഭയം തേടി വന്നാൽ അവൻ രക്ഷിക്കാതെ വിട്ടാൽ എന്ത് ചെയ്യും? അതിപ്പരം പാപം ബ്രഹ്മഹത്യ പാപമാണ്. അതാണെന്ന് അവിടെ പറയുന്നത്. അതുകൊണ്ട് ബ്രഹ്മഹ കേവലം രക്ഷിത, അശ്വമേധം ചെയ്ത പുണ്യവാൻ രക്ഷിച്ചാലോ, അപ്പം രക്ഷിക്കാഞ്ഞാൽ ബ്രഹ്മഹത്യ പാപം. അതേസമയം രക്ഷിച്ചാൽ രക്ഷിത അശ്വമേധം ചെയ്ത പുണ്യവാൻ, നമ്മൾ അങ്ങനെയുള്ളവരെ ഒരു രാജാവ് രക്ഷിച്ചാൽ അവൻ എന്ത് ചെയ്യും? അശ്വമേധയാഗം ചെയ്ത പുണ്യം കിട്ടും എന്ന് ചൊല്ലുന്നിതു വേദശാസ്ത്രങ്ങളിൽ. പുണ്യപാപങ്ങൾ അറിയരുതേതുമേ. അങ്ങനെ വേദശാസ്ത്രങ്ങളെല്ലാം ഇങ്ങനെ ഉദ്ഘോഷിക്കുന്നത് പാപം എങ്ങനെയാ? ആശ്രയം തേടി വരുന്നവരെ രക്ഷിക്കാഞ്ഞാൽ ബ്രഹ്മഹത്യാ പാപം, രക്ഷിച്ചാൽ അശ്വമേധം ചെയ്ത പുണ്യവും കിട്ടും. മുന്നേ ഒരു കബോധത്തിൻ്റെ കഥയാണ് പറയുന്നത്. ഒരു മാടപ്രാവ്, ഒരു പ്രാവാണ് കബോധം. ഒരു കബോധം ഭർത്താവും ഭാര്യ, അത് പെൺപ്രാവും ആൺപ്രാവും. മുന്നമൊരു കബോധം നിജപേടയോടൊന്നിച്ചൊരു വനം തന്നിൽ മേവേടിനാൻ. അവർ ഭർത്താവും ഭാര്യയും കൂടെ, അതായത് സ്ത്രീ ആൺ പ്രാവും പെൺപ്രാവും കൂടെ അങ്ങനെ ഒരു വനത്തിലിങ്ങനെ കഴുകുന്ന സമയത്ത് ഉന്നതമായൊരു പാദപാഗ്രേ തഥാ, വലിയൊരു വൃക്ഷത്തിൻ്റെ അഗ്രത്തിൽ അങ്ങോട്ടിരുന്നു. അങ്ങനെയാന്ന് തോന്നുന്നു. പാദപാഗ്ര വെച്ചാൽ അങ്ങനെ വലിയൊരു, അത് സാധാരണ പ്രാവളൊക്കെ എവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഇരുന്നപ്പോൾ ചെന്നൊരു കാട്ടാളൻ നെയ്ത് കൊന്നിടിനാൻ. ഒരു കാട്ടാളൻ ചെന്ന് കൊന്നു തന്നോട് പക്ഷിണിയെ സുരതാന്തരി, അതായത് ഈ പ്രാവിൻ്റെ ഭാര്യയാണ് പക്ഷിണി, സ്ത്രീയെ കൊന്നു. ഒരാളെ ഭാര്യയെ കൊന്നു. വന്നൊരു ദുഃഖം പൊറാഞ്ഞു കരഞ്ഞവൻ തന്നെ മറന്നിരുന്നിടും ദശാന്തരെ. അങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞ് ഈ ആൺപക്ഷി കരഞ്ഞ് അങ്ങനെ സഹിക്കാൻ മേലെ കരഞ്ഞിട്ട് തന്നെ മറന്നിരുന്നിടും. അത് കരഞ്ഞങ്ങ് മറന്നങ്ങ് ഇരുന്ന് ഇത് അങ്ങനെ ആലോചിച്ചങ്ങ് ഇരുന്ന് അങ്ങനെ ദശാന്തരെ വന്നിതു കാറ്റും മഴയും ദിനേശനും ചെന്നു ചരമാബ്ധി തന്നിൽ മറഞ്ഞിതു. അപ്പോൾ കാറ്റും മഴയും സന്ധിയായി. ദിനേശൻ വെച്ചാൽ സൂര്യനാണ്, ദിനങ്ങളുടെ ഈശൻ. ദിനം വരുന്നതാണ് ഭഗവാൻ സൂര്യൻ. അവിടെ ദിനേശൻ മറഞ്ഞു, അതായത് അസ്തമിച്ചു. അതിനാണ് ചരമാബ്ധി എന്ന് പറയുന്നത്. അബ്ധി കടൽ, സമുദ്രത്തിൽ അങ്ങ് താഴെ പോകുമ്പോഴാണ് അബ്ധിയിൽ ചരമം പ്രാപിച്ചു. അപ്പോൾ സൂര്യൻ മറഞ്ഞു അത് മനസ്സിലാക്കണം. ചരമാബ്ധി എന്ന് വെച്ചാൽ സമുദ്രത്തിൽ നിന്ന് മരിച്ച് താഴേക്ക് പോയെന്നാണ് സൂര്യൻ. അതുകൊണ്ട് എന്തൊക്കെ വന്നു? കാറ്റും മഴയും ദിനേശനും ചെന്ന് ചർമ്മം പ്രാപിച്ചു. ഇവിടെ സമുദ്രത്തിൽ അടിയിലേക്ക് പോയി തന്നിൽ മറഞ്ഞിതു. അങ്ങനെ ഇദ്ദേഹത്തിന് അവിടെ എല്ലാം അങ്ങ് മറഞ്ഞ് എന്ത് വന്നപ്പോൾ ഖിന്നനായി വന്നു വിശന്നു കിരാതനും. അങ്ങനെ ഇരുട്ടായി, സന്ധ്യയായല്ലോ, സൂര്യനൊക്കെ അസ്തമിച്ചു, കാറ്റും മഴയൊക്കെ വന്നപ്പോൾ എന്ത് വന്നു? വിശന്ന് ഖിന്നനായി, അങ്ങനെ വിശന്ന് കിരാതൻ, ഈ കാട്ടാളൻ വിശന്ന് തളർന്ന് വന്ന് താൻ ഇരിക്കുന്ന വൃക്ഷത്തിൻ മുരടതിൽ, അതായത് ഈ ആൺപക്ഷി അവിടെ കരഞ്ഞ് തന്നെ മറന്നിങ്ങനെ അങ്ങ് ഒരുപാട് സമയമായിപ്പോയി. അങ്ങനെ ദുഃഖിച്ചിരുമ്പം ഇദ്ദേഹത്തിൻ്റെ ആ പ്രാവ് ഇരിക്കുന്ന വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ, അതാണ് വൃക്ഷത്തിൻ മുരടതിൽ, ഞാൻ ഊഹിച്ച് പറയുമോ എനിക്കല്ലാതെ അറിയത്തില്ല. മുരടെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ചുവടാണെന്ന്. അത് ഊഹിക്കുമ്പോൾ നമ്മൾ കിട്ടുന്നതേ ഉള്ളൂ. എന്തായാലും അതെന്തുമായാലും കാര്യം എവിടെ ആയാലും ആവട്ടെ. അപ്പോൾ ഈ താൻ ഇരിക്കുന്നത് ആൺപ്രാവ് ഇരിക്കുന്ന വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ദീനതയോട് നിൽക്കുന്ന കാട്ടാളനെ, എന്താ ദീനതയോട് വിഷമിച്ച് ദുഃഖിച്ചിങ്ങനെ നിൽക്കുകയാണ്, അങ്ങ് വിശന്ന് നിൽക്കുകയാണ്. ആ കാട്ടാളനെ കണ്ടു കരുണ കലർന്ന കബോധവും. ഈ
ആൺപക്ഷിക്കോ അപ്പോഴും ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ സങ്കടം സഹിക്കുന്നില്ല. അത്രമാത്രം ക്ഷീണിച്ച് വിശന്ന് കഷ്ടപ്പെട്ട് അങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഈ കരുണ തോന്നി ആൺപക്ഷിക്ക്. ഭാര്യ മരിച്ചെങ്കിലും ഒരുത്തൻ്റെ വിശപ്പ് കണ്ടപ്പോൾ, തളർച്ച കണ്ടപ്പോൾ അതിൽ കരുണ തോന്നി. ഇതിൻ്റെ ഉദാഹരണം തന്നേക്കുന്നതാണ് ഇവിടെ. എന്താ ഇത് പറയാൻ കാരണം? വിഭീഷണനോടുള്ള ആ സ്നേഹം, ആ ഒരു ആർത്തി, ഈശ്വരനെ പ്രാപിപ്പാൻ വെച്ചാൽ ഈശ്വരൻ്റെ അടുക്കിലേക്ക് ശരണം പ്രാപിച്ച് വരുന്നതിൻ്റെ ദുഃഖം നമ്മൾ മാറ്റണം എന്നുള്ളതാണ്. എന്തെല്ലാം ആയാലും അതുകൊണ്ട് ഇത്രയും ഭാര്യ മരിച്ചിട്ടും ഈ പക്ഷി എന്ത് ചെയ്യുന്നു? കരുണ തോന്നി ഇതിനെ കണ്ടപ്പോൾ, വിശന്ന് കണ്ടപ്പോൾ. അപ്പോൾ കരുണ കലർന്ന് കബോധവും. കരുണ തോന്നിയിട്ട് ഈ കബോധം വെച്ചാൽ ഈ പ്രാവ് കൊണ്ടുവന്ന ആശ കൊടുത്തിതു വന്നിയും. അങ്ങനെയും എന്താ ഈ വന്നി എന്ന് വെച്ചാൽ ഈ തീ എവിടുന്നോ അത് പറന്നുപോയി കൊണ്ടുവന്ന് കൊടുത്തു. ഈ കിരാതന്, ഈ കാട്ടാളന് കൊടുത്തു. വന്നി അത് തീ തന്നെ കയ്യിലിരുന്ന കബോധിയെ, അതായത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ, ഈ കബോധത്തിൻ്റെ ഭാര്യ ഉണ്ടല്ലോ, കൊന്നിരിക്കല്ലയോ. അപ്പോൾ ആ ഭാര്യ തൻ്റെ കയ്യിലിരിക്കുകയാണല്ലോ. അത് തിന്നാൻ ഇദ്ദേഹത്തിന് അത് വെന്ത് തിന്നണം, അങ്ങനെ കണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും എന്ത് ചെയ്യും, എന്തായാലും ആഹാരം കയ്യിൽ കിട്ടി അതിനെ പാകം ചെയ്യണ്ടേ. അതങ്ങനെ വിശന്നിങ്ങനെ കറങ്ങി വിഷമിച്ച് ഇരുന്നപ്പോൾ ഈ കബോധമായ ആൺപക്ഷി പോയി തീ കൊടുത്തിട്ട് പറഞ്ഞു, തന്നോടെ കയ്യിലിരുന്ന കബോധിയെ വന്നിയിലിട്ട് ചുട്ടാച്ച് തിന്നിടിനാൻ. അങ്ങനെ കബോധം എന്ത് ചെയ്തു? തീ കൊടുത്തപ്പോൾ അതിനെയിട്ട് ചുട്ട് അതിനെ തിന്നു. അതുകൊണ്ടും വിശപ്പടങ്ങിയിടാഞ്ഞ്. എന്നിട്ട് ഒരു കുഞ്ഞ് പ്രാവിനെ തിന്ന എന്ത് വിശപ്പടങ്ങാനാ ഒരു കാട്ടാളന്? വിശപ്പ് എന്നിട്ടും അടങ്ങിയില്ല. പിന്നെയും പീഡിച്ചിരിക്കും കിരാതനും തന്നോട് ദേഹവും നൽകിനാൻ അൻപോട്. അപ്പോൾ ഇന്ന് ഈ കിരാതൻ്റെ വിശപ്പ് പിന്നെ സഹിക്കാൻ കഴിഞ്ഞിട്ട് ഈ കാൺപക്ഷി എന്ത് ചെയ്തെന്നാൽ അതിനെ കൂടെ അങ്ങ് തിന്നോട്ടെ എന്നും പറഞ്ഞ് ഈ ആൺപ്രാവ് തന്നോട് ദേഹവും നൽകിനാൻ അൻപോട് വന്നിയിൽ വീണ് കിരാതൻ അശനം കഴിക്കാൻ കൊടുത്തു. ആ തീ തന്നെ അവിടെ തീ കൂട്ടിയപ്പോൾ തീ കാണൂല്ലേ, അത് ചെന്നങ്ങ് വീണ് കൊടുത്തു. എന്നെ കൂടെ തിന്നു എന്നും പറഞ്ഞ് അത്രമാത്രം കരുണയുണ്ട്. അതാണ് തന്നെ കൂടെ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിനു മുമ്പ് നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ, ഒരു ദാനം ചെയ്ത ഒരാൾ എല്ലാം കൊടുത്ത് വീണ്ടും ഉള്ളത് എല്ലാം പിന്നെ കൊടുത്ത് ജലവും കൊടുത്ത് എന്ന് പറയുന്നത് പോലെ ഇവിടെ കരുണ തോന്നി ഈ പ്രാവ്. ആ പ്രാവിനെ കൂടെ ആ ഭാര്യയെ തിന്നിട്ട് വിശപ്പടങ്ങാൻ ആ ഭർത്താവും കൂടെ ജീവനത്തോടെ തന്നെ ആ തീയിൽ വീണ് കൊടുത്തു. അപ്പോൾ വന്നിയിൽ വീണു കിരാതൻ അശനാർത്ഥമായി. കിരാതൻ കഴിക്കാൻ, അശനം കഴിക്കുക. കിരാതൻ അശനാർത്ഥമായി അത്ര പോലും വേണം ആശ്രയരക്ഷണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആശ്രയം തേടി വരുന്നവർക്ക് രക്ഷ കൊടുക്കാൻ ഇതിവിടെ ഒരു പാഠം തന്നു, ഒരു കബോധത്തിൻ്റെ കഥ. അത്ര പോലും വേണം ആശ്രിത രക്ഷണം. മറ്റനെന്നാലോ പറയേണ്ടതില്ലല്ലോ. നമ്മൾ മനുഷ്യനല്ലേ, ഇതിനേക്കാളും ബോധം അറിവൊക്കെ ഉണ്ട്. ഞാനിപ്പം നോക്കിയിട്ട് ലോകത്ത് മനുഷ്യനേക്കാൾ എത്രയോ ഗുണഗണങ്ങൾ അറിയാവുന്ന ഈ മൃഗങ്ങൾ എത്രമാത്രം നമ്മൾ കാണുന്നത്, എത്ര സ്നേഹവും അതൊന്നും പറയാൻ പറ്റാത്തവരാണ് കാണുന്നത്. മനുഷ്യർക്ക് എന്താ ഒരു സ്നേഹമെങ്കിലും ഉണ്ടോ? ഒട്ടും തന്നെ ഇല്ല. മനുഷ്യർക്ക് അറിവുള്ളവരല്ലേ, മറ്റവർക്ക് എന്തൊക്കെയാ അവരുടെ മൃഗങ്ങളോട് അവരുടെ സ്നേഹം. അപ്പോൾ അത്ര പോലും വേണം ആ ആശ്രയരക്ഷണം. മർത്യനെന്നാലോ മനുഷ്യനെന്നാലോ പറയേണ്ടതില്ലല്ലോ. അത് നമ്മൾ എത്രത്തോളം കൊടുക്കണമെന്നാണ് പറയുന്നത്. എന്നെ ശരണമെന്നോർത്തിങ്ങു വന്നവരെന്നും അഭയം കൊടുക്കും, അതേയുള്ളൂ. എന്നെ ഭഗവാൻ പരമാത്മാവാൻ ശ്രീരാമനെ ആര് അഭയമായിട്ട് വന്ന് ചോദിച്ചാലും, അവർക്ക് ആശ്രയമായിട്ട് ചോദിച്ചു വന്നാലും അവർക്ക് അഭയം കൊടുക്കുന്നതാണ് ഈശ്വരൻ്റെ, അതാണ് എൻ്റെ ശ്രീരാമൻ്റെ ലക്ഷ്യം. പിന്നെ വിശേഷിച്ച് ഒന്ന് കേട്ടിടുവിന്, എന്നെ ചതിപ്പതിനാരുമില്ലെങ്ങുമേ. നിങ്ങൾ ഒന്നുകൂടെ ഓർത്തോളൂ. ഈ കവിവരന്മാർക്ക് അവർക്കുള്ള സംശയം ഇത് അബദ്ധമായി പോകുമോ, അതുകൊണ്ട് അവർക്കുള്ള വിഷമം മാറാൻ വേണ്ടി ഭഗവാൻ ശ്രീരാമൻ പറഞ്ഞു, നിങ്ങൾ ഒന്നും കൂടെ വിശേഷിച്ചൊന്ന് മനസ്സിലാക്കൂ, കേട്ടുകൊള്ളുക. എന്നെ ചതിപ്പതിനാരുമില്ലെങ്ങുമേ. എന്നെ ചതിക്കാൻ ആരും ഈ ലോകത്തിലില്ല. ലോകപാലന്മാരെയും മറ്റു കാണായ ലോകങ്ങളെയും നിമിഷമാത്രം കൊണ്ട് സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിച്ചിടുവാനൊട്ടുമേ ദണ്ഡം എനിക്കില്ല നിശ്ചയം. ഈ ലോകം മൊത്തവും എനിക്ക് രക്ഷിക്കാനും എനിക്ക് സൃഷ്ടിക്കാനും എനിക്ക് സംഹരിക്കാനും ഒരു പ്രയാസവുമില്ല, ഒട്ടുമേ എനിക്ക് ദണ്ഡവുമില്ല. ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ ഈ വാനരന്മാർ ഇത് ഓർത്ത് വിഷമിക്കണ്ട. പിന്നെ ഞാൻ ആരെ ഭയപ്പെടുന്നു, പിന്നെ ഞാൻ എന്തിനാ ഭയപ്പെടുന്നത്? അതുകൊണ്ട് ഇത് ഈ വന്ന രാവണൻ്റെ കൂട്ടുകാരന്മാരാണ് നമ്മളെ ചതിക്കാണ് വന്നത്. ഞാൻ എന്തിനു ഭയക്കണം? ഞാൻ വിചാരിച്ചാൽ ഈ ലോകത്തെ മൊത്തം എനിക്ക് സൃഷ്ടിക്കാനും രക്ഷിക്കാനും സംഹരിക്കാനും, പിന്നെ ഞാൻ ആരെ ഞാൻ ഭയക്കണം? അതുകൊണ്ട് ഭഗവാൻ അങ്ങനെ പറഞ്ഞു, ബലപ്പെടുത്തി. പിന്നെ ഞാൻ ആരെ ഭയപ്പെടുന്നു? മുത വന്നിടുവാൻ ചൊല്ല അവനെ മടിയാതെ വരാൻ പറയൂ വിഭീഷണനെ. വ്യഗ്രമായി ഏതും ഇത് ചൊല്ലി ആരും ഇതോർത്ത് വിഷമിക്കണ്ട. അത് വന്നിടുവാൻ ചൊല്ലു, ആ വിഭീഷണനോട് വരാൻ പറയൂ. ഇതോർത്ത് വ്യഗ്രയായി ഏതുമേ
ഏതും ഇത് ചൊല്ലിയ മനസ്സെ നിങ്ങൾ മനസ്സ് ഇത് ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. സുഗ്രീവ നീ ചെന്ന് അവനെ വരുത്തുക. സുഗ്രീവ നീ പിന്നെ ഭീഷണനെ വരുത്തുക. എന്നെ ശരണം ഗമിക്കുന്നവർക്ക് ഞാൻ എന്നും അഭയം കൊടുക്കും. അതിദ്രുതം, പെട്ടെന്ന് തന്നെ എന്നെ ആരാണ് ശരണം പ്രാപിച്ചു വരുന്നത് അവർക്ക് ഞാൻ പെട്ടെന്ന് തന്നെ അഭയം കൊടുക്കും ശ്രീരാമൻ പറഞ്ഞു. പിന്നെ അവർക്കൊരു സംസാര ദുഃഖം വന്നുകൂടാ. നൂനമെന്നറിയ നീ. എന്നിൽ ആര് വന്ന് അഭയം തേടുന്നു അവർക്ക് തന്നെ ഒരു ദുരിതങ്ങളും ഉണ്ടാകാൻ ഞാൻ അനുവദിക്കുകയില്ല. കാരണം ഈ സംസാരം എന്ന് പറഞ്ഞാൽ മൊത്തം ദുഃഖമാണ്. ഈ സംസാരം, ഈ ലോകചിന്ത, ഈ ലോക കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ദുഃഖമേ ഉണ്ടാവൂ. അതുകൊണ്ട് എന്നിൽ വന്ന് അഭയം ചെയ്യുന്നവർക്കൊന്നും ഞാനിനി അവരെ സംസാര ദുഃഖത്തിൽ അകപ്പെടാൻ സമ്മതിക്കുകയില്ല. ശ്രീരാമവാക്യ അമൃതം കേട്ടു വാനര വീരൻ വിഭീഷണൻ തന്നെ വരുത്തിനാൻ. അങ്ങനെ വിഭീഷണ വരുത്തി. ശ്രീരാമപാദ അന്തികെ വീണു, ഭഗവാന്റെ പാദത്തിൽ വീണ് സാഷ്ടാംഗം ആരോട് അമോദം നമസ്കരിച്ചിടിനാൻ. വിഭീഷണൻ ഭഗവാന്റെ പാദത്തിൽ വീണ് നമസ്കരിച്ചു. എന്നിട്ട് പ്രാർത്ഥിക്കുക. രാമം വിശാലാക്ഷം ഇന്ദീവരദള ശ്യാമളം കോമളം ബാണധനുർധരം സോമബിംബാഭ പ്രസന്ന മുഖാംബുജം കാമദം കാമോപമം കമലാവരം കാന്തം കരുണാകരം കമലേക്ഷണം ശാന്തം ശരണ്യം വരേണ്യം വരപ്രദം ലക്ഷ്മണ സംയുതം സുഗ്രീവ മാരുതി മുഖ്യ കപികുല സേവിതം രാഘവം. കണ്ടുകൂപ്പി തൊഴുതേറ്റം വിനീതനായുണ്ടായ സന്തോഷമോടും വിഭീഷണൻ ഭക്തപ്രിയനായ ലോകൈകനാഥനെ ഭക്തിപരവശനായി സ്തുതിച്ചിടിനാൻ. ഭക്തിപരവശമായി ഇതെല്ലാം പറഞ്ഞ് സ്തുതിച്ചു. ശ്രീരാമ സീതാ മനോഹര രാഘവ ശ്രീരാമ രാജേന്ദ്ര രാജീവലോചന ശ്രീരാമ രാക്ഷസവംശ വിനാശന. രാക്ഷസന്മാരെല്ലാം വംശത്തോടെ നശിപ്പിക്കുന്നവനെ ശ്രീരാമപാദാംബുജം നമസ്തേ സദാ. ഞാൻ എപ്പോഴും ഭഗവാന്റെ പാദം നമസ്കരിക്കുന്നു. ചണ്ഡാംശുഗോത്രോദ്ഭവായ നമോ നമ. സൂര്യവംശത്തിൽ ജനിച്ചവനേ നമ. ചണ്ഡകോദണ്ഡധരായ നമോ നമ. ഉഗ്രമായ വില്ല് ധരിച്ചവനേ നമ. ചണ്ഡകോദണ്ഡധരായ നമോ നമ. പണ്ഡിത ഹൃൽ പുണ്ടരീക ചണ്ഡാംശവേ. അതായത് പണ്ഡിത ഹൃൽ ജ്ഞാനികളാകുന്ന വിദ്വാൻമാരുടെ ഹൃദയത്തിൽ പ്രകാശിക്കുന്നവനെ, സൂര്യനെ പോലെ പ്രകാശിക്കുന്ന നമ്മുടെ ഉള്ളിൽ ഭഗവാൻ നമ്മളെ അത്രമാത്രം അനുഗ്രഹം, നമ്മുടെ ഉള്ളം അത്രമാത്രം ശോഭിക്കും, സൂര്യനെ പോലെ വിളങ്ങും. അതാണ് പണ്ഡിത ഹൃൽ. ജ്ഞാനികളായവരുടെ ഹൃദയത്തിൽ ഭഗവാൻ സൂര്യനെ പോലെ വിളങ്ങും. പണ്ഡിത ഹൃൽ പുണ്ടരീക ചണ്ഡാംശവേ ഖണ്ഡ പരശുപ്രിയായ നമോ നമ. ശിവന് പ്രിയനായവനെ, ശിവനുമൊക്കെ അത്രമാത്രം പ്രിയമാണ് ഭഗവാൻ നാരായണന്, ശ്രീരാമന്, കൃഷ്ണന് എല്ലാം ഒന്ന്. രാമായ സുഗ്രീവ മിത്രായ കാന്തായ. രാമായ സുഗ്രീവ മിത്രായ, സുഗ്രീവന്റെ മിത്രനായ കാന്തായ. രാമായ നിത്യ അനന്തായ ശാന്തായ. രാമായ വേദാന്ത വേദ്യായ ലോകാഭിരാമായ രാമഭദ്രായ നമോ നമ. വിശ്വോത്ഭവ സ്ഥിതി സംഹാര ഹേതവേ. വിശ്വത്തിനെ, ഈ വിശ്വത്തിൽ എല്ലാവരെയും ഉത്ഭവം സ്ഥിതി സംഹാരം, നമ്മളെ സൃഷ്ടിയും നമ്മളെ രക്ഷിക്കുകയും സ്ഥിതി നമ്മളെ സംഹരിക്കും, നമ്മളെ അവസാനം മരണമാണല്ലോ അതും. അങ്ങനെ വിശ്വ ഉത്ഭവ സ്ഥിതി സംഹാര ഹേതവേ. വിശ്വായ വിശ്വരൂപായ നമോ നമ. നിത്യ അനാദിഹൃതസ്ഥായ തേ നമോ. നിത്യായ സത്യായ ശുദ്ധായ തേ നമ. ഭക്തിപ്രിയായ ഭഗവതേ രാമായ മുക്തിപ്രദായ മുകുന്ദായ തേ നമ. വിശ്വേശനാം നിന്തിരൊഴി താനല്ലോ വിശ്വോത്ഭവ സ്ഥിതി സംഹാര കാരണൻ. സന്തതം ജംഗമഭൂതങ്ങൾ അന്തർബഹിർവ്യാപ്തനാകുന്ന ഭവാൻ. അതായത് എല്ലാ ജീവനില്ലാത്തതിനും ജീവനുള്ളതിനെല്ലാം അന്തർബഹിർ, അകത്തും പുറത്തും എല്ലായിടും വ്യാപ്തമായി നിറഞ്ഞിരിക്കുന്നത് ഭഗവാനാണ്. നിൻ മഹാമായ മൂടിക്കിടക്കും ആ അനിർമ്മലമാം പരബ്രഹ്മജ്ഞാനിനാം. അതായത് ഭഗവാന്റെ മായയെ തന്നെ മൂടിക്കിടക്കും ആരാ? അനിർമ്മലമാകുന്ന, നിർമ്മലമല്ലാത്തവര്. മഹാമായയിൽ മൂടിക്കിടക്കുന്നത് അന്ധന്മാരാണ്, അജ്ഞാനികളാണ്. അതിവിടെ നിർമ്മലമല്ല, ഇവിടെ അനിർമ്മലമെന്ന് വായിക്കണം. നിൻ മഹാമായ മൂടിക്കിടക്കും ആ കൊടുക്കണം. ആ അനിർമ്മലമാം പരബ്രഹ്മജ്ഞാനിനാം. പരബ്രഹ്മ അജ്ഞാനിനാം. അവിടെ പരബ്രഹ്മ അജ്ഞാനം, കാരണം ബ്രഹ്മത്തെ അറിയാത്തവനാണ്. മഹാമായാകുന്ന ഈ ലോകത്തിൽ നമ്മളെല്ലാം അജ്ഞാനികൾ മൂടിക്കിടക്കുക. എന്താ? ബ്രഹ്മത്തെ അറിയാത്തത് കൊണ്ട്. അജ്ഞാനികൾക്ക് അറിയാൻ പാടുകയില്ല. അജ്ഞാനിനാം, അറിവില്ലാത്തവർ. അതായത് നമ്മളെല്ലാം മായയിൽ മൂടിപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്ക് യഥാർത്ഥത്തെ അറിയാൻ ഒക്കുന്നില്ല, യഥാർത്ഥ ജ്ഞാനത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന. അതുകൊണ്ട് നമ്മൾ എന്തുവരെ ബ്രഹ്മത്തെ അറിയാത്തവന് അജ്ഞാനി. പരബ്രഹ്മ അജ്ഞാനിനാം.
അതുമൂലം തന്മൂലമായുള്ള പുണ്യപാപങ്ങളാൽ ജന്മമരണങ്ങൾ ഉണ്ടായി വരുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് വരുന്നു? അജ്ഞാനം കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട്, യഥാർത്ഥ ബ്രഹ്മത്തെ അറിയാത്തത് കൊണ്ട്, അജ്ഞാനം കൊണ്ട് എന്ത് വരുന്നത്? ജനനവും മരണവും ഉണ്ടാകുന്നു. നമുക്ക് മോക്ഷം കിട്ടുന്നില്ല. എപ്പോഴും ഒരു കുമള വെള്ളത്തിൽ ഇങ്ങനെ തുള്ളി വരുമ്പോൾ അത് പൊട്ടുന്നു, വീണ്ടും കുമള വരുന്നു, അത് പൊട്ടി മരിക്കുന്നു, വീണ്ടും ജനിക്കുന്നു, വീണ്ടും മരിക്കുന്നു, കുമള പോലെ. അങ്ങനെ നമ്മളിങ്ങനെ നീന്തി ഇങ്ങനെ കിടക്കുവാനുള്ള കാലവും പ്രളയം വരെ ഇത് തന്നെ ആയിരിക്കും അവസ്ഥ. എന്താ കാരണം? യഥാർത്ഥത്തെ അറിയാത്തതുകൊണ്ട്. യഥാർത്ഥം അറിഞ്ഞാൽ ഈ ലോകചിന്ത വിട്ടിട്ട് നമ്മൾ ആരെ പിടിക്കും? പരമാത്മാവിനെ പിടിക്കും, മോക്ഷം കിട്ടും. അതുകൊണ്ട് നിൻ മഹാമായ മൂടിക്കിടക്കും അനിർമ്മലമാം പരബ്രഹ്മ അജ്ഞാനിനാം, പരബ്രഹ്മത്തെ അറിയാത്തത് കൊണ്ട്, മായയാൽ മൂടപ്പെട്ടത് കൊണ്ട്, അനിർമ്മലമാകുന്നുണ്ട്, നിർമ്മലം അല്ലാത്തത് കൊണ്ട്, അതുകൊണ്ടും തന്മൂലമായുള്ള അങ്ങനെ ഉള്ളതുകൊണ്ട് പുണ്യപാപങ്ങളാൽ, അതുകൊണ്ടാണ് നമുക്ക് പുണ്യവും പാപവും ഉണ്ടാകുന്നത്. അറിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നും ആഗ്രഹിക്കാതെ നിഷ്കാമ കർമ്മം ചെയ്യും. കർമ്മങ്ങൾ എപ്പോഴും ചെയ്യാം, നമ്മളൊന്നും ആഗ്രഹിക്കാതെ ചെയ്യും. എല്ലാം ഈശ്വരൻ്റെ കയ്യിലേക്ക് അർപ്പിക്കും. ചെയ്യുന്നതെല്ലാം ഭഗവാനായി ചെയ്യുക. ഈശ്വരനാണ് ചെയ്യുന്നത്, ഞാനൊന്നും തന്നെ ചെയ്യുന്നില്ല, ഞാനതിനാളല്ല, ഒന്നിനും ആഗ്രഹവും ഇല്ല. അന്നന്ന് കണ്ടതിനെ വാഴ്ത്തുന്നത്, എന്ത് കൈ വരുന്നു അതെടുത്ത് അനുഭവിക്കുന്നു. നാളേക്കുള്ള ചിന്തയില്ല. നാളേക്കുള്ള വേണം ചിന്തിച്ചാൽ അത് ആഗ്രഹമാകും. നാളെ എന്നുള്ള ചിന്ത നമുക്ക് വന്നാൽ ഇന്ന് നമ്മൾ മരിച്ചാൽ നാളത്തെ ആഗ്രഹം അവിടെ ഉള്ളിൽ കിടക്കും, വീണ്ടും ജനിക്കണ്ടേ? അതുകൊണ്ട് നാളേക്കുള്ള ചിന്ത നമുക്ക് വേണ്ട. ഇന്ന് എന്താണ് അപ്പോഴ് കണ്ടത് ചെയ്യുക, അതനുഭവിക്കുക. അടുത്ത നിമിഷം നമ്മുടേതല്ല, അടുത്ത നിമിഷം അവിടെ സംഭവിക്കുന്നത് സംഭവമാകും യുഗയുഗ. അങ്ങനെ നമ്മൾ ചിന്തിച്ചു പോകണം. അപ്പോൾ എന്തുവരും? മരണവും ജന്മവും ഉണ്ടാകാതിരിക്കും. ഇവിടെ നമുക്ക് സംഭവിക്കുന്നതോ, നമ്മളെല്ലാം തുരുക്കൂട്ടി അവിടെ ഇവിടെ നാളെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു. ഒരു ദിവസത്തേക്ക് പോലും ചിന്ത പാടില്ല. ഒരു ദിവസത്തേക്ക് നമ്മൾ ചിന്തിച്ചാൽ, നമ്മൾ ഇന്നത് മരിച്ചു പോയാൽ, നമ്മൾ ആ ചിന്തയ്ക്ക് വേണ്ടി ആ വാസന കിടന്നാൽ നമ്മൾ അടുത്ത ജന്മം ജനിക്കും. ആ ഒരു ദിവസമെങ്കിലും നമ്മൾ ജനിച്ചിട്ട് മരിക്കും. ആ ചിന്ത ഉള്ളെങ്കിൽ പിന്നെ നമുക്ക് ആഗ്രഹമില്ല. അപ്പോൾ നാളത്തെയുള്ള ചിന്ത മാത്രമേ നമുക്ക് ഉള്ളെങ്കിൽ നമ്മൾ അതിനു വേണ്ടി വരും. അത് ചില കുട്ടികൾ ജനിക്കുന്നു പിറ്റേന്ന് മരിക്കുന്നു, നമ്മൾ കേട്ടില്ലേ? ആ ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രം ജനിച്ചു വരും. അതാ ഒരുപാട് കുഞ്ഞുങ്ങൾ അങ്ങനെ മരിച്ചു പോണത്. അന്ന് തന്നെ മരിക്കുന്നു. ചിലപ്പോൾ 10 ദിവസത്തെ കർമ്മം കാണും, ആഗ്രഹങ്ങൾ അത് കഴിഞ്ഞിട്ട് മരിക്കും. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇതുകൊണ്ടാണ്. അല്ല വേറൊന്നുമല്ല, നമ്മുടെ കർമ്മവാസന പോലെ ആയിരിക്കുന്നത്. അല്ല ആരും ആർക്കും ദോഷങ്ങളൊന്നും ചെയ്യുന്നതല്ല. നമ്മൾ തന്നെ നമ്മുടെ ദോഷത്തിന് കാരണം, സുഖത്തിനും കാരണം. എങ്ങനെ സുഖം? എന്തുവായാലും മരണത്തിൽ നിന്നെല്ലാം മോചനം കിട്ടാൻ നമ്മുടെ പ്രയത്നമാണ്. എപ്പോഴും ജീവിക്കുകയും മരിക്കുകയും ജനിക്കുകയും വേണം ചിന്തിക്കുകയും നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് ജന്മമരണങ്ങളുണ്ടായി വരുന്നതും നമ്മുടെ അജ്ഞാനം കൊണ്ടാണ്. അത്ര നാളേക്കും ജഗത്തൊക്കവേ ബലാൽ സത്യമായി തോന്നും, അതിനില്ല സംശയം. എത്ര നാളേക്ക് അറിയാതെ ഇരിക്കുന്ന അദ്വയമാം പരബ്രഹ്മം സനാതനം. നമ്മൾ എത്ര നാളാണ് പരബ്രഹ്മത്തെ, അദ്വൈതം ഏകമായിരിക്കുന്ന പരബ്രഹ്മത്തെ നമ്മൾ അറിയാത്തത്തോളം കാലം നമ്മൾ എന്ത് വരുന്നു? ഈ ജഗത്തൊക്കെ ബല സത്യമായി തോന്നും. എൻ്റെ ദേഹം സത്യമാണ്, ഇത് എന്ന് നിലനിൽക്കും, ഈ ലോകം മൊത്തം സത്യമാണ്, അതെല്ലാം അവിടെ കാണും. ഇപ്പം നമ്മൾ കാണുന്നില്ലേ? എത്ര സത്യമാണ് തോന്നുന്നു? എത്രമാത്രം ദുരിതങ്ങളാണ് ഇന്ന് ഇപ്പം ഇവിടെ കുമിഞ്ഞു കൂടുന്നത് ഓരോ ജില്ലകളിലും. അത് എത്ര സത്യമുണ്ട്, അതിലൊക്കെ നശിച്ചില്ലേ എല്ലാം? അതുപോലെയല്ലേ എല്ലാം? അപ്പം നമ്മൾ അതെല്ലാം എന്ന് തിരിച്ചറിവുണ്ടാകും? അദ്വൈതമായിരിക്കുന്ന ഏകമായിരിക്കുന്ന പരമാത്മാവിനെ തിരിച്ചറിയുന്നത് വരെയും നമ്മൾ ഇതൊക്കെ സത്യമാണ്. അപ്പം എന്തെല്ലാം പറഞ്ഞ് കരയുന്നവർ അറിയുന്നില്ല. അവർ സത്യമാണെന്ന് കരുതി ഇരുന്നു പോയി. അതുകൊണ്ട് ഇത്ര ദുഃഖം വരുന്നത്. ഈ സത്യമാണെന്ന് കരുതി ഇരിക്കുന്നത് നമുക്ക് എന്ത് ദുഃഖം കൂടും. അതേസമയം ഇതൊക്കെ നിത്യമല്ല, ഇത് എപ്പോഴും നശിക്കാൻ നമ്മൾ ചിന്തിച്ചൊരു ദിവസം ഇരിക്കൂ, എന്ത് വന്നാലും നമുക്ക് തരണം ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ എപ്പോഴാണ് തിരിച്ചറിവുണ്ടാകുന്നത്, യഥാർത്ഥത്തെ പരമാത്മാവിനെ എപ്പോൾ തിരിച്ചറിയുന്നത്, അതുവരെ നമുക്ക് ഈ ബദ്ധൽ മാറത്തില്ല. നമ്മൾ ഈ ലോകത്തെ ചിന്ത തന്നെ കിടന്ന് ഉഴന്നു പോകും. അതാണ് മായയെ ചുറ്റിപ്പറ്റി കിടക്കുന്നത്. അത്ര നാളേക്ക് ജഗത്തൊക്കെ ബലാൽ സത്യമായി തോന്നും, അതിനൊരു സംശയവും ഇല്ല. അങ്ങനെ തോന്നിക്കിടക്കുവാണ് നമ്മളെല്ലാവരും. അതുകൊണ്ടാണ് നമുക്ക് ഒരു ചെറിയ ദുഃഖം വരുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. എത്ര നാളേക്കും അറിയാതെ ഇരിക്കുന്നത് അദ്വയമാം പരബ്രഹ്മം സനാതനം പരബ്രഹ്മത്തെ നമ്മൾ എത്രമാത്രം തിരിച്ചറിയാതെ ഇരിക്കുന്നു, യഥാർത്ഥത്തെ അറിയാതിരിക്കുന്നു. ആത്മജ്ഞാനം എപ്പോൾ വെളിവാകുന്നില്ല, അതുവരെ നമ്മൾ അജ്ഞാനായി കിടന്നുകൊണ്ട് ഈ ലോകമാണ് യഥാർത്ഥം എന്ന് കരുതി നമ്മൾ അതിൽ തന്നെ ചുറ്റിപ്പറ്റി കിടക്കുന്നു. പുത്രധാരാദി വിഷയങ്ങളിൽ ആദിശക്തി കലർന്നു രമിക്കുക തന്നെ. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പുത്രവും ഭാര്യയും മക്കളും വിഷയങ്ങൾ അതന്നെ ധാര മിത്രങ്ങൾ സഹോദരങ്ങൾ സുഹൃത്തുക്കൾ ഇതിലെല്ലാം വിഷയങ്ങളായി അതേ ശക്തി കലർന്നു, അതിലിങ്ങനെ ഭ്രമിച്ചു കിടക്കുന്നു, അതിലിങ്ങനെ ചേർന്ന് കിടക്കുന്നു, ഒട്ടിക്കിടക്കുന്നു. അപ്പോൾ എന്തുവരെ രമിക്കുന്നു? പരമാത്മാവിൽ രമിക്കാതെ നമ്മൾ ഈ ലോക ചിന്തയിലായിരിക്കുന്ന വീട്, ധനം, ഭാര്യ, മക്കൾ, ധനം ഇങ്ങനെ അതിൽ രമിച്ചു കഴിയുന്നു. അതുകൊണ്ട് ആത്മാവിനെ അറിയാകയാൽ ആത്മാവിനെ നമ്മൾ അറിയാഞ്ഞത് കൊണ്ടാണ്. ആത്മാവിനെ അറിഞ്ഞാൽ അങ്ങനെ ശക്തി വരത്തില്ല. ഈശ്വരനാണ് നമ്മുടെ ശക്തി.
ഈശ്വരനെ നമ്മൾ പിടിക്കുക, അതിൽ സംഗമാകുക, പരമാത്മാവിൽ നമ്മൾ ലയിക്കുക, അതാണ് ശക്തി. അത് ഈ ലോകത്ത് നിലയ്ക്കുന്ന മറ്റുള്ളതെല്ലാം നമ്മൾ ശക്തി വന്നാൽ നമുക്ക് ഇത്രമാത്രം ദുഃഖം അതിനോളം ഉണ്ടാകും. ആത്മാവിനെ അറിയാകയാലാണ് അങ്ങനെ ഈ ലോകത്തിലേക്ക് നമ്മൾ രമിക്കുന്നത്. നമ്മൾ ഈശ്വരനിൽ രമിക്കുക. നിർണയം ആത്മനെ കാണണം. ആത്മാനം നമ്മൾ അങ്ങനെ എന്ത് വേണം, നമ്മുടെ പരമാത്മാവായിരിക്കുന്ന ഈശ്വരൻ നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ ആത്മാവിനെ നമ്മളിരിക്കുന്ന ആത്മാവ് അല്പം ഉണ്ടല്ലോ, അതുകൊണ്ട് ജീവാത്മാവിലൂടെ നമ്മൾ അറിയണം പരമാത്മാവിനെ. ആത്മനെ കാണണം. ആത്മന ദുഃഖപ്രദം വിഷയേന്ദ്രിയ സംയോഗം ഒക്കെയും ഓർത്താൽ ഒടുക്കം അനാത്മനാം. ഈ ദുഃഖപ്രദമായിരിക്കുന്ന വിഷയങ്ങൾ ഇന്ദ്രിയങ്ങളാണല്ലോ, അത് സംയോഗമൊക്കെയും ഓർത്താൽ അത് സംഗമമാണ്. എന്തൊക്കെയാണ് ദുഃഖപ്രദം? ഈ വിഷയങ്ങളെല്ലാം, ഈ ലോകത്തുള്ള വിഷയങ്ങളെല്ലാം ദുഃഖമാണ്. സംയോഗമൊക്കെ എല്ലാം ഓർത്താൽ ഇതൊക്കെ സുഖമാണ് നമുക്ക് ആദ്യം തോന്നും. ആത്മജ്ഞാനം ഇല്ലാത്തവർക്ക് എന്ത് തോന്നും? ഇതാണ് സുഖം. നമ്മൾ വീട്ടിൽ ഭർത്താവ് ഒരു കല്യാണം വരുമ്പോൾ അയ്യോ ഇത് നമുക്കറിയാം കല്യാണം കഴിച്ചുള്ള അവസ്ഥ എന്താണെന്ന്. ആദ്യം അത് സുഖമായിട്ട് തോന്നും, അയ്യോ കല്യാണം സുഖമായിരിക്കും. പക്ഷെ എന്താ ഇന്നത്തെ അവസ്ഥ? പെട്ടെന്ന് തന്നെ ബന്ധു വഴിന്നല്ലേ മരണമാണ്. ഒന്നീ ഭാര്യ മരിക്കുന്നത്, അല്ലെങ്കിൽ ഭർത്താവ് മരിക്കുന്നത്. എന്താ? ആത്മഹത്യ. സുഖം ഉണ്ടായിട്ടാണോ ആത്മഹത്യ ചെയ്യുന്നത്? സുഖം കൊണ്ട് അപ്പോൾ ജീവിച്ചിരിക്കത്തില്ലേ? എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ബന്ധം പിരിയുന്നത്? അപ്പോൾ മനസ്സിലാക്കണം, ആദ്യം നമുക്ക് സുഖമായിട്ട് തോന്നും. എന്താ? ആത്മജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ സുഖപ്രദം വിഷയേന്ദ്രിയ സംയോഗമൊക്കെയും ഓർത്താലോ ഒടുക്കം അനാത്മാനാം. അതായത് ആദ്യം നമുക്ക് സുഖമാണെന്ന് തോന്നും. ദുഃഖപ്രദമാണല്ലോ വിഷയേന്ദ്രിയങ്ങളെല്ലാം. അതുകൊണ്ട് ആത്മജ്ഞാനം ഇല്ലാത്തവർക്കത് ആദ്യകാലേ സുഖമെന്ന് തോന്നിക്കും. വിവാഹത്തിൻ്റെ ആദ്യം നമുക്ക് സുഖമെന്ന് തോന്നിക്കും. പിന്നെ എന്താ അത് തോന്നുന്നത്? ആത്മജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് ആദ്യം സുഖമെന്ന് തോന്നും. ഏതും വിവേകമല്ലാത്തവർ മനസ്സേ, നമ്മുടെ ഉള്ളിൽ വിവേകം ഇല്ലാത്തത് കൊണ്ടാണ്, മനസ്സിൽ വിവേകമില്ല. അതുകൊണ്ടാണ് അങ്ങനെ ആദ്യം സുഖം തോന്നും. പിന്നെ നമ്മൾ നരകക്കുഴിയിലല്ലേ കിടക്കുക. എത്രയോ എവിടെ നോക്കിയാലും നരകക്കുഴിയിലല്ലേ കിടക്കുന്നത്. ഭാര്യയും ഭർത്താവും ഒക്കെ വഴക്കും കൂടി ശണ്ടയായി എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്. അതുകൊണ്ട് ഇന്ദ്രാഗ്നി ധർമ്മ രക്ഷോ വരുണ അനില ചന്ദ്ര രുദ്രജാഹി പാതികളൊക്കെയും, അതായത് ഇന്ദ്രൻ, അഗ്നി, യമൻ, നിരുതി, വരുണൻ, വായു, ചന്ദ്രൻ, ശിവൻ, ബ്രഹ്മാവ്, അനന്തൻ തുടങ്ങിയവർ. ഞാൻ ഒത്തിരി സമയം പോകുന്നു. അതായത് ഇതൊക്കെ എന്ന് ചിന്തിക്കലോ നിന്തിരുടെ നിർണയം അന്തവും ആദ്യമില്ലാത്ത ദൈവമേ. ഇതൊക്കെ ഓർത്താൽ, ഈ ഇന്ദ്രനെന്നോ വരുണെന്നോ ബ്രഹ്മാവെന്നൊക്കെ ഓർത്താൽ പരമാത്മാവായ നിന്തിരുവടി ചിന്തിക്കൽ നിർണയം അന്തവും ആദ്യമില്ലാത്ത ദൈവമാണ് ഭഗവാൻ. പരമാത്മാവ് ആദ്യമല്ല അന്തവുമല്ല, ഒന്നുമല്ല, ആദ്യവുമില്ല അന്തവുമില്ല, ഉണ്മയാണ് പരമാത്മാവ്. അവിടെ എപ്പോൾ ഉണ്ടായതാണോ? അല്ല. എപ്പോൾ അവസാനിക്കും? അതുമില്ല. എവിടെ നിന്ന് വന്നു? ഇല്ല. ഉള്ളതാണ്, ഉണ്മയാണ്. അത് മാത്രമേ ഈ ലോകത്തുള്ളൂ. അതുകൊണ്ട് കാലസ്വരൂപനായിടുന്നതും ഭവാൻ. അതുകൊണ്ട് ഭഗവാൻ ശ്രീരാമൻ തന്നെയാണ് കാലസ്വരൂപനും. ഇതാരാ പ്രാർത്ഥിക്കുന്നത്? ഈ വിഭീഷണനാണ് ഇതൊക്കെ പറയുന്നത്. വിഭീഷണൻ്റെ പ്രാർത്ഥനയാണല്ലോ. ഭഗവാൻ വരുത്തിയല്ലോ സുഗ്രീവ വരാൻ പറയൂ എന്ന് പറയുമ്പോൾ ഭഗവാനെ പ്രാർത്ഥിച്ച് അത് ഭാഗവതോത്തമനാണ് വിഭീഷണൻ. അറിവ് കൂടിയവനാ. അതുകൊണ്ടാണല്ലോ ഭാഗവത ഉത്തമനായത്. അത് രാവണൻ്റെ കുടുംബത്തിൽ ജനിച്ചെന്ന് പറയൂ ആരെങ്കിലും? രാവണനെ പോലാണോ? അതുകൊണ്ട് ചിന്തിക്കലോ നിന്തിരുടെ നിർണയം അന്തവും ആദ്യമില്ലാത്ത ദൈവമേ. കാലസ്വരൂപനായിടുന്നതും ഭവാൻ. സ്ഥൂലങ്ങളിൽ വെച്ച അതിസ്ഥൂലനും ഭവാൻ. എത്രയോ വലുതിൽ വെച്ച് അതിലും വലുതും ഭഗവാനാണ്. അണുവെങ്കിൽ നിന്ന് അണിയാൻ ഭവാൻ. അണുവിലും അണുവാണ് ഭഗവാൻ. മാനമില്ലാതെ മഹത്തത്വവും ഭവാൻ. ഭഗവാൻ മാനാപമാനങ്ങളൊന്നും ഇല്ലാത്തതും ഭഗവാനാണ്. സർവ്വലോകാനാം പിതാവായതും ഭഗവാൻ. സർവ്വലോകത്തിൻ്റെയും പിതാവ്, നമ്മുടെ എല്ലാവരുടെയും പിതാവും ഭഗവാൻ ശ്രീരാമനാണ്. സർവ്വലോകേശ, അതായത് പരമാത്മാവെന്നാണ് എൻ്റെ അർത്ഥം. സർവ്വലോകേശ മാതാവായതും ഭഗവാൻ. അപ്പോൾ മാതാവും പിതാവും അത് ശ്രീരാമൻ തന്നെ പറയുന്നു. എന്നെ സീതയും ഞാനും എപ്പോഴാണ്? സീത എന്ന് പറഞ്ഞാൽ അമ്മയാണ്. ആ അമ്മയുടെ അംശമായിട്ടാണ് സീതയോട് അവതരിച്ചത്. അതുകൊണ്ട് ദേവി സർവ്വലോകാനാം പിതാവായതും ഭവാൻ. സർവ്വലോകേശ മാതാവായതും ഭവാൻ. സർവധാതാവായതും ഭവാൻ. അതായത് സർവദാ എല്ലാത്തിനും സൃഷ്ടിക്കുന്നത് ബ്രഹ്മാവാര പരമാത്മാവ്. അതും ഭഗവാൻ തന്നെ. ദീർഘകരേന്ദ്ര ശയനാദയാനിധേ, അതായത് അനന്തശയനാകുന്ന ഭഗവാനെ, അനന്തനിൽ ശയിക്കുന്നവനെ, അതും ഭഗവാനെ. ആദിമധ്യാന്ത വിഹീനൻ പരിപൂർണനാധാരഭൂതൻ പ്രപഞ്ചത്തിന് ഈശ്വരൻ. ആദിയും മധ്യവും അന്തവും ഇല്ലാത്ത ഭഗവാൻ, പരിപൂർണനായിരുന്ന ആധാരഭൂതനെ, ഈ പ്രപഞ്ചത്തിനെല്ലാം ഈശ്വരനായവനെ. അച്യുതൻ, അവ്യയൻ, അവ്യക്തൻ, അദ്വയൻ, സച്ചിൽ, പുരുഷൻ, പുരുഷോത്തമൻ, പരൻ, നിശ്ചലൻ, നിർമ്മമൻ, നിഷ്കളൻ, നിർഗുണൻ, നിശ്ചയിച്ചാർക്കും അറിഞ്ഞുകൂടാതവൻ. നിശ്ചയിച്ചാൽ ആർക്കും അറിഞ്ഞുകൂടാത്ത പരമാത്മാവേ. നിർവികാരൻ, നിരാകാരൻ, നിരീശ്വരൻ, നിർവികൽപ്പൻ, നിരുപാശ്രയൻ, ശാശ്വതൻ, ഷഡ്ഭാവഹീനൻ, പ്രകൃതിപരൻ, പുമാൻ. ഷഡ്ഭാവം, 6 ഭാവങ്ങളില്ല ഭഗവാന്.
പരമാത്മാവിന് ഏറ്റക്കുറച്ചിലില്ല, ഒരേ രീതിയുള്ളു. ബാല്യവും കൗമാരം യൗവനം വാർദ്ധക്യമൊന്നും ഭഗവാനില്ല. പരമാത്മാവ് എപ്പോഴും ഒരേ രീതി തന്നെയാണ്. മനുഷ്യരുടെ ഈ ശരീരം എടുത്തവർക്ക് മാത്രമേ അതുള്ളൂ. ഷഡ്ഭാവഹീനൻ പ്രകൃതിപരൻ പുമാൻ സൽഭാവയുക്തൻ സനാതനൻ സർവകൻ മായാ മനുഷ്യൻ മനോഹരൻ മാധവൻ മായാവിഹീനൻ മധു കൈടപാന്തകൻ ജ്ഞാനിക തൊൽപാദഭക്തി നിശ്രേണിയെ സാനന്ദമാശ സംപ്രാപ്യ രഘുപതേ. അതായത് ഭഗവാന്റെ പാദത്തിൽ ഭക്തിപൂർവ്വം ഇരിക്കുന്ന ആ ഏണിൽ കരേറി, അതായത് ഭഗവാന്റെ പാദങ്ങളുടെ നേർക്കുള്ള ഭക്തിയാകുന്ന ഏണിൽ കൂടി എന്ത് ചെയ്യുന്നു? അതായത് ജ്ഞാനിക ത്വൽ പാദഭക്തി നിശ്രേണി സാനന്ദമാശ സംപ്രാപ്യ രഘുപതേ. ജ്ഞാനയോഗാഖ്യ സൗധം കരയിലിടുവാൻ. എന്താണ്? ജ്ഞാനയോഗമാകുന്ന മാളികയിൽ കയറണം. പാദത്തിൽ ചെന്നിട്ട് ഏണി കയറി ഭഗവാനിലിരിക്കുന്ന ആ പരമാത്മാവിലിരിക്കുന്ന അവിടെ ചെന്ന് ആ സൗധം മാളികയിൽ ആ ഹൃൽകമലത്തിൽ ഭഗവാൻ എവിടെ ഇരിക്കുക? ആ സ്ഥാനത്ത് ആ ഭ്രൂമധ്യത്തിൽ അവിടെ ധ്യാനിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ അതിനും ഉപരിയായിട്ടുള്ള സ്ഥാനമുണ്ട്. അവിടെ ചെന്ന് ആ സൗധം, അതാ മണിമാളിക. അവിടെ എങ്ങനെ കിട്ടും? ഭഗവാൻ വിഭീഷണൻ പറയുന്നത് എത്രമാത്രം അറിവോടെ അത് അറിഞ്ഞവർക്കല്ലേ അത് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ജ്ഞാനിക ഇത് ഒത്തിരി സമയം പോകും, ഇത്രയും പറയുന്നുണ്ട്. എന്നാലും മുടക്കിക്കളയല്ലേ മക്കളെ, എല്ലാവരും അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ വായിക്കുന്നത്. സമയം പോയാലും ഇപ്പം 4-5 ദിവസം കൂടെയല്ലേ ഉള്ളൂ, ഇനി എന്തായാലും സഹിക്കുക. ചിലപ്പോൾ നെറ്റൊക്കെ കാണാതെ വരുമായിരിക്കും, എന്നാലും അത് ഞാൻ എന്ത് പറയാനാ, ഇത് നശിപ്പിച്ച് കളഞ്ഞുകൂടാ. ഇത് കേൾക്കണം. അറിയാത്തവർക്ക് വേണ്ടി പറയുന്നത്, അറിയുന്നവർക്ക് കുഴപ്പമില്ലല്ലോ, അവർ കേൾക്കണ്ടല്ലോ. അപ്പോൾ ഭഗവാൻ എന്താണ്? ജ്ഞാനിക ത്വൽപാദഭക്തി നിശ്രേണിയെ സ്ഥാനന്ദമാശ സംപ്രാപ്യ രഘുപതേ. ജ്ഞാനയോഗാഖ്യ സൗധം കരയിടുവാൻ, ജ്ഞാനമാകുന്ന ആ മാളികയിൽ കരയിടുവാൻ മനസ്സേ കാമിച്ചു വന്നെൻ്റെ എളുപ്പതേ. ഞാനിങ്ങനെ ആർത്തി പൂണ്ടിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കതറിയാം. എൻ്റെ ആർത്തി അത്രത്തോളം ഉണ്ടായിരുന്നു. ഈ ആനന്ദമാണെന്നോ അത് സൗധമാണെന്നോ എനിക്ക് പറയാൻ അറിയത്തില്ല. ഞാൻ എന്തിനു വേണ്ടിയോ ആർത്തി മുഴുവൻ നിലവിളിച്ചു എന്നറിയാം. ആ സൗധം കിട്ടി, അതുകൊണ്ട് പറഞ്ഞതാ. അപ്പോൾ സാനന്ദമാശ സംപ്രാപ്യ രഘുപതേ ജ്ഞാനയോഗാഖ്യ സൗധം കരയേറിടുവാൻ മനസ്സേ കാമിച്ചു വന്നതിൻ്റെ എളുപ്പതേ. അത്രമാത്രം ആർത്തി പൂണ്ടാണ് ഭഗവാനെ ഞാൻ ഇവിടേക്ക് ഓടി വന്നത്. അതുകൊണ്ട് സീതാപതേ രാമ കാരുണികോത്തമ. ഭഗവാന് സീതയുടെ ഭർത്താവായ രാമ കാരുണികോ ഉത്തമനായ കാരുണ്യത്തിന് ഉത്തമനെ, യാതുധാനാന്തക നക്തഞ്ചരാദികളെ അന്തകനായവനെ അല്ല രാക്ഷസന്റെ നിഗ്രഹിക്കുന്ന അതാ അന്തകൻ. അങ്ങനെ യാതുധാന അന്തക രാവണന്റെ ശത്രുവേ ഹരേ പാദാംബുജൻ നമസ്തേ ഭഗവ സാഗര ഭീതനാം എന്നെ രക്ഷിച്ചു കൊള്ളണമേ. എനിക്ക് സമുദ്രം പോലെ ഞാൻ ഭയന്നാണ് ഭഗവാൻ ഇവിടേക്ക് വന്നത്. അത്രമാത്രം അവൻ എന്നെ ശദ്രഹാസം കൊണ്ട് എന്നെ വധിക്കാൻ ഞാൻ ഭയന്ന് ഓടിയതാണ്. സമുദ്രം പോലെ ഞാൻ ഭയമാണ് എനിക്ക്. അതുകൊണ്ട് ഭവസാഗര ഭീതനാം എന്നെ രക്ഷിച്ചു കൊള്ളണമേ. ഭക്തിപരവശനായി സ്തുതിച്ചിടുന്ന ഭക്തനെ കണ്ടു തെളിഞ്ഞു രഘുത്തമൻ. ഭഗവാന് തെളിഞ്ഞു പ്രകാശിച്ചു ഭഗവാൻ. ഭക്തപ്രിയൻ പരമാനന്ദം ഉൾക്കൊണ്ട് മുക്തസ്മിതപൂർവ്വം അരുളി ചെയ്തു. അങ്ങനെ സന്തോഷത്തോടെ ഭഗവാൻ പറയുന്നു, ഇഷ്ടമായുള്ള വരത്തെ വരിക്ക സന്തുഷ്ടനാ ഞാൻ വരദാനിക തൽപരൻ. ഞാൻ വരദാനം കൊടുക്കുന്ന തൽപരനാണ് ഞാൻ. നിനക്ക് ഇഷ്ടമുള്ളത് നീ ചോദിക്കൂ. ഒട്ടുമേ താപം ഒരുത്തൻ എന്നെ കണ്ടു കിട്ടിയാൽ പിന്നെ ഉണ്ടാകയില്ലോർക്ക നീ. ഒരുത്തർക്കും എന്നെ കണ്ടു കിട്ടാൻ വിഷമിക്കാൻ പാടില്ല. ഭഗവാന്റെ അടുക്കൽ ആര് ചെന്ന് അഭയം വന്ന് എന്നെ കണ്ടു കിട്ടിയാൽ, പരമാത്മാവായ ശ്രീരാമനെ ആര് കണ്ടു കിട്ടുന്നോ പിന്നെ അവർക്ക് താപം വിഷമം ഒരുത്തർക്കും കൊടുക്കാൻ എനിക്കിഷ്ടമില്ല. അതുകൊണ്ട് പിന്നെ ഉണ്ടാകത്തില്ല. ഒട്ടുമേ താപം ഒരുത്തൻ എന്നെ കണ്ടു കിട്ടിയാൽ പിന്നെ ഉണ്ടാകയില്ല ഓർക്ക നീ. രാമവാക്യ അമൃതം കേട്ട് വിഭീഷണൻ ആമോദം ഉൾക്കൊണ്ട് ഉണർത്തിച്ചരുളിനാൻ. ധന്യനായേൻ കൃതകൃത്യനായേനഹം. എൻ്റെ ചെയ്യേണ്ടതെല്ലാം ഞാൻ ശരിക്കും ചെയ്ത് ഞാൻ ധന്യനായല്ലോ. കാരണം കിട്ടേണ്ടത് കിട്ടുന്നു. ഭഗവാൻ എല്ലാം അത്രമാത്രം സന്തോഷമായി. അപ്പോൾ ധന്യാകൃതേ കൃതകാമന. ഇനിയിപ്പം വാക്കുകളൊന്നും വരത്തില്ല, സമയം പോയതുകൊണ്ട്. ഇനി 5-6 പേപ്പർ കിടക്കുന്നു. അപ്പോൾ ധന്യനായ കൃതകൃത്യനായി ഞാൻ എൻ്റെ എല്ലാം ഞാൻ കൃത്യതയോട് ചെയ്തല്ലോ ഭഗവാനി. അപ്പോൾ ധന്യാകൃതയെ കൃതകാമനായനഹം, ഞാൻ അത്രമാത്രം ആഗ്രഹിച്ചേനഹം. ഇതിനു വേണ്ടി ഭഗവാന് വേണ്ടി ത്വൽപാദ പത്മ അവലോകനം കൊണ്ട് ഞാനിപ്പോൾ വിമുക്തനായേനില്ല സംശയം. ഞാനിപ്പോൾ എന്നെ എല്ലാം തന്നെ ഞാൻ വിമുക്തനായി പരമാത്മാ ലയിക്കുന്നു. മറ്റെല്ലാം കളഞ്ഞു. അങ്ങനെ അതിനൊരു സംശയവുമില്ല. സമനായൊരു ധന്യൻ ഊഴി എന്നെപ്പോലെ ഇനിയിപ്പോൾ ഈ ഊഴിയിൽ ആരുമില്ല. ഞാൻ അത്രമാത്രം എനിക്ക് സന്തോഷമായി. എനിക്ക് ഭഗവാനിൽ ചേരാൻ പറ്റുന്നു. അതുകൊണ്ട് എന്നെപ്പോലെ
മത്സമൻ, അത് മത്സ ഈ വിഭീഷണനെ പോലെ ഈ ഭൂമിയിൽ ആർക്കും ഇത്ര സന്തോഷം വരത്തില്ല. പിന്നെ മത്സമനായ ശുദ്ധനുമില്ല, എന്നെ പോലെ ശുദ്ധനുമില്ല. അദ്ദേഹം അങ്ങ് അതിൽ ആഹ്ലാദിക്കുക, ഭഗവാൻ ചേരാൻ പറ്റുന്നു, അതിൻ്റെ സന്തോഷം കൊണ്ട് പറയുന്നു ഇതൊക്കെ. മത്സമനായി മറ്റൊരുവനില്ല, എന്നെപ്പോലെ ഇവിടെ ആരും ഇനി ഇല്ല. തൊൽ സ്വരൂപം, അത് ഭഗവത് സ്വരൂപം അമ്മ കാണായ കാരണാൽ ഞാൻ ഭഗവാനെ കണ്ടതുകൊണ്ട് എൻ്റെ ഇടയ്ക്ക് ഭൂമിയിൽ ആരുമില്ല, ഞാൻ ശുദ്ധന, എൻ്റെ ഇടയ്ക്ക് ആരുമില്ല, ഞാൻ അത്ര സന്തോഷിക്കുന്നത്. എന്താ കാരണം സന്തോഷം വന്നത്? ഭഗവാനെ കണ്ടു, ശ്രീരാമനെ കണ്ടു. നമ്മൾ ഓരോരുത്തരും ഈ സന്തോഷം ഉണ്ടാവും. ഏത് ദുഃഖത്തിലും നമുക്ക് ദുഃഖം തോന്നത്തില്ല. ഭഗവാൻ ചിന്തിക്കുമ്പോൾ നമുക്ക് ആനന്ദം ഉണ്ടാകും. എന്താ കാരണം? ഭഗവാനെ ഞാൻ കണ്ടു, അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ദുഃഖമില്ല. ഞാൻ എൻ്റെ ഇനി ആരും ഭൂമിയിലില്ല, ഇനി ഇതുപോലെ ആരും ഉണ്ടെങ്കിൽ അവർക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ഈശ്വരനെ ഞാൻ കണ്ടതുകൊണ്ട് ഞാൻ കൃതാർത്ഥനായി. എന്നെപ്പോലെ ഇനി ഇവിടെ ആരും ഇത്രയും ഭഗവാനെ നേരിട്ട് കണ്ടല്ലോ. തൊൽ സ്വരൂപം, ഭഗവാന്റെ രൂപം മമ കാണായ ഞാൻ കണ്ടതുകൊണ്ട് കർമ്മബന്ധങ്ങൾ നശിപ്പതിനായി ഇനി നിർമ്മലമാം ഭവൽ ജ്ഞാനവും ഭക്തി ധ്യാന സൂക്ഷ്മ ദേഹിമാ. അതുകൊണ്ട് എനിക്കിനി എന്തൊക്കെ വേണ്ട? നിർമ്മലമാം ഭവൽ ജ്ഞാനം വേണം, എനിക്ക് ഭക്തി വേണം, ധ്യാനം ഭഗവാൻ ധ്യാനിക്കണം, സൂക്ഷ്മം ദേഹിമേ രാഘവ, എനിക്കിതൊക്കെയാണ് ഇനി വേണ്ടുന്നത്. അല്ലാതെ എനിക്ക് മറ്റൊന്നും ഈ ഭൂമിയിൽ നിന്നും വേണ്ട. ചിത്തേ വിഷയ സുഖ ആശയില്ലേതും, എനിക്ക് എൻ്റെ മനസ്സിൽ ഒരു സുഖത്തിനും ആഗ്രഹമില്ല. ത്വൽപാദ പങ്കജ ഭക്തിരേ വാസ്തുമേ, എനിക്ക് ഭഗവാനുള്ള ഭക്തി മാത്രം മതി. അതാണ് നിത്യം ഇളക്കമൊഴിഞ്ഞ് കൃപ. എൻ്റെ ഇളക്കം, എൻ്റെ മനസ്സിൻ്റെ മറ്റുള്ളതെല്ലാം ഇളക്കമൊക്കെ പോയി. എന്താ എനിക്ക് ഇളക്കം വന്നത്? ഞാൻ എങ്ങനെ കഴിയും? ഈ രാവണനോട് എങ്ങനെ കഴിഞ്ഞു? ഇദ്ദേഹത്തിന് അവിടെ നിന്ന് ഒഴിയാതിരുന്നാൽ അദ്ദേഹത്തിനോടൊപ്പം ആയിപ്പോൾ പാപിയായിപ്പോൾ. ഇന്നലെ ഞാൻ പറഞ്ഞു, നമുക്ക് 1000 വിഭീഷണനെ പോലെ കാണൂ. അങ്ങനെ ഉള്ളവർ എന്ത് വേണം? നമുക്ക് പറ്റാത്തതാണെങ്കിൽ നമ്മൾ മാറുക, അത്രയേ ഉള്ളൂ. ഈശ്വരനിലേക്ക് ചേരാൻ ഒരു വിധി കിടക്കുന്നുണ്ടായി തോന്നിക്കുന്നത്, അല്ലാത്തവർക്ക് ഇത് ഉണ്ടാകത്തില്ല. അതിന് കഴിഞ്ഞ ജന്മത്തെ വാസന ഉള്ളവർക്ക് മാത്രം, അത് 1000 ഉള്ളതാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് നിത്യം ഇളക്കം ഒഴിഞ്ഞ കൃപാനിധി യുദ്ധം ആകർണ്യ സംപ്രീതനാൻ രാഘവൻ നക്തഞ്ചരാധിപൻ തന്നോട് അരുൾ ചെയ്തു. ഭഗവാൻ എന്ത് പറയുന്നു? നിത്യം വിഷയ വിരക്തരായി ശാന്തരായി ഭക്തി വളർന്ന അതിശുദ്ധമതികളായി ജ്ഞാനികളായുള്ള യോഗികൾ മാനസേ ഞാനിരിപ്പൂ മമ സീതയുമായി മുതാ. ഇങ്ങനെ നിത്യം വിഷയവിരക്തമാവണം. നമ്മൾ ഈ ലോകത്തിലുള്ള വിഷയത്തിലെ വിരക്തി വരുമ്പോൾ ശാന്തരായി നിത്യം ഭക്തി വളർന്ന് അതിശുദ്ധമതികളുമായി ജ്ഞാനികളായുള്ള യോഗികൾ, അങ്ങനെയുള്ള യോഗികളുടെ മനസ്സിൽ ഞാനിരിപ്പൂ. ആരും ആ മാമ, അത് ഭഗവാനും സീതയും മുത. ഭഗവാൻ ശ്രീരാമനും സീതയുമായിട്ട് അവിടെ, അതായത് ഹനുമാന്റെ ഹൃദയത്തിൽ നമ്മൾ കണ്ടിട്ടില്ലേ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ കാണുമ്പം ഇങ്ങനെ എന്തോ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഫോട്ടോയിലാണ് ഇങ്ങനെ ഈ ഹൃദയത്തിൽ ഇങ്ങനെ ശ്രീരാമനും സീത ഇങ്ങനെ ഇരിക്കുന്നതായിട്ട്. അതെന്താ യഥാർത്ഥം? അതോ വിഭീഷണൻ്റെ ഹൃദയത്തിലും ഇതുപോലെ ഇരിക്കും, അത്ര ഭക്തനായതുകൊണ്ട്. നമ്മൾ ഓരോരുത്തർക്കും ഇതുപോലുള്ള ആർത്തിയും വെപ്രളം ഉണ്ടെങ്കിൽ നമ്മളുടെ ഹൃദയത്തിലും അതുപോലെ ഇരിക്കും. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ജ്ഞാനികളായുള്ള യോഗികൾ, അങ്ങനെ യോഗി ഈശ്വരനോട് ചേരുക എന്നുള്ള യോഗം. അങ്ങനെയുള്ളവരുടെ മനസ്സിൽ ഞാനിരിപ്പൂ മമ സീതയുമായി മുത, എപ്പോഴും ഭഗവാനും സീതയുമായിട്ട് അവിടെ ഇരിക്കും. ആകയാൽ എന്നെയും ധ്യാനിച്ച് സന്തതം വാഴുക നീ, എന്നാൽ നിനക്ക് മോക്ഷം വരും. അങ്ങനെ അതുകൊണ്ട് നീ എന്നെ എപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കുക. അത്രയുമല്ല, ഇനിയുണ്ട്. നിന്നാൽ കൃതമായൊരു ഭക്തികര സ്തോത്രം അത്യന്ത ശുദ്ധനായി. ഇപ്പോൾ ഇത്രയും ശുദ്ധമായ സ്തോത്രങ്ങൾ ചൊല്ലി, അത് ഭക്തികര സ്തോത്രം അത്യന്തം ഇനി ശുദ്ധനായി നിത്യവും ചൊല്ലുകയും കേൾക്കുകയും ചെയ്യലും. ഇന്ന് കിട്ടുമ്പോൾ നാളെ ചൊല്ലാതിരിക്കരുത്. വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ, അതാ ഭഗവാൻ പറയും, നമ്മളിങ്ങനെ ഇനിയുണ്ട് ഭക്തികര സ്തോത്രം, ഭഗവാന്റെ സ്തോത്രം എന്നാൽ നമുക്കിങ്ങനെ അത് ആ ഭഗവാന്റെ ആ പരമാത്മാവിൻ്റെ കൃപ എപ്പോഴും വന്നുകൊണ്ടിരിക്കണം. നമ്മൾ പ്രാർത്ഥന മുടങ്ങിയാൽ കേട്ടത്, അത് മുടക്കാതെ ഇങ്ങനെ ഇരിക്കണം. അത് കർത്താവ് യേശുവരാൻ പറയും, നിങ്ങൾ മലമേൽ ധ്യാനിപ്പിൻ, പിശാചുക്കൾ അടുക്കാതിരിക്കാൻ നിങ്ങൾ എപ്പോഴും പ്രാർത്ഥനയോടെ ഇരിപ്പിൻ, നിങ്ങൾ ഉറങ്ങാതിരിപ്പിൻ എന്ന് യേശു കർത്താവുണ്ട് ശിഷ്യന്മാരുടെ. അവരിങ്ങനെ തളർന്നു പോയിരിക്കുമ്പോൾ ഭഗവാൻ എപ്പോഴും, യേശു കർത്താവ് എപ്പോഴും ധ്യാനിച്ചിരിക്കും മലമേൽ. അത് ധ്യാനിച്ചിരിക്കുന്നതിനാ മലമേൽ എന്ന് പറയുന്നത്, അല്ല മലയുടെ കുതിലൊന്നും അല്ല എൻ്റെ അർത്ഥം. അപ്പോൾ അത് നിങ്ങളിങ്ങനെ ഉണർന്നിരിപ്പ് പ്രാർത്ഥിപ്പിൻ, നിങ്ങളെ അപകടപ്പെടുത്താതിരിക്കാൻ, മറ്റുള്ളവർ നിങ്ങൾക്ക് ശല്യം ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ എപ്പോഴും പരമാത്മ ലയിച്ച് ആത്മീയമായി ഇരിക്കുന്നതാണ് ഭഗവാൻ പറഞ്ഞേക്കുന്നത്, യേശു കർത്താവായ തമ്പുരാൻ. അതുപോലെയാണ് എല്ലാം. ഈശ്വര കാര്യങ്ങൾ പറഞ്ഞത് ആരും തന്നെ ഭഗവാന്റെ അരുളപ്പാട് വന്നവരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. യേശു കർത്താവ് ആരാണ്? ദൈവപുത്രനാണ്. അത് അല്ലാത്തവർക്കൊന്നും ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നു, നിത്യവും ചൊല്ലുകയും കേൾക്കുകയും ചെയ്യലും മുക്തി വരും, അതിനുള്ള ഒരു സംശയം. യുദ്ധം അരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോട് ഭക്തി പ്രിയൻ അരുൾ ചെയ്തു സാദരം എന്നെ കനിവോട് കണ്ടതിൻ്റെ ഫലം ഇന്ന് തന്നെ വരുത്തണം. ഇതിനും നീ എന്നെ ഇത്രമാത്രം സ്നേഹത്തോടെ നീ വന്ന് കണ്ടതുകൊണ്ട് അതിൻ്റെ ഫലം നിനക്ക് കിട്ടണം. അതിനിപ്പോൾ തന്നെ എന്ത് ചെയ്യണം? ലക്ഷ്മണനെ വിളിക്കുവാണ്. ലങ്കാധിപനിവൻ അന്ന് അഭിഷേകവും ലങ്കാധിപനിവനെന്ന്
അതായത് രാവണനല്ല ഇവനാണ് ലങ്കയിലെ അധിപനെന്ന് ഇന്ന് തന്നെ അഭിഷേകം ചെയ്യണം. ലങ്ക അധിപൻ ഇവനെന്ന് അഭിഷേകവും ചങ്ക വിഘ്നൻ അൻപോട്ട് ചെയ്തിടുക. ഒരു ശങ്ക കൂടാതെ ഇപ്പം തന്നെ ചെയ്യുക. സാഗരവാരിയും, അത് നദിയിലെ സമുദ്രത്തിലെ വെള്ളം, സാഗരവാരിയും കൊണ്ടു വന്നിടുക. ശാഖ മൃഗാധിപന്മാരുമായി സത്വരം അർക്ക ചന്ദ്രന്മാരും ആകാശ ഭൂമിയും മൽക്കഥയും ജഗത്തെങ്കിൽ ഉള്ളുന്നവൻ. അതായത് സൂര്യനും ചന്ദ്രനും ആകാശവും ഭൂമിയും മൽക്കഥ, ഭഗവാന്റെ ഈ കഥയും ഈ ശ്രീരാമകഥയും ജഗത്തിങ്കലുള്ളന്നിവൻ. എത്രനാൾ ഈ ജഗത്തിങ്കിൽ ഇങ്ങനെ ഉണ്ട് വാഴുക, അതുവരെ ആര് വാഴണം? ലങ്ക രാജ്യമേവ മമാജ്ഞയ. ഭഗവാന്റെ ആജ്ഞപ്രകാരം ഈ വിഭീഷണൻ, ഭാഗവതമനായ വിഭീഷണൻ പങ്കജനേത്രവാക്യം കേട്ട് ലക്ഷ്മണൻ ലങ്കാപുരാധിപത്യ അർത്ഥ അഭിഷേകം ചെയ്യും. അന്ന് ലക്ഷ്മണനോട് പറഞ്ഞു. പെട്ടെന്ന് തന്നെ വിഭീഷണൻ അഭിഷേകം ചെയ്യും. സമയം പോയപ്പോൾ എനിക്ക് ഒന്നും വരത്തില്ല, സമയം നോക്കണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തിനെ അഭിഷേകം ചെയ്യുക ലങ്കയുടെ അധിപനായിട്ട്. അതായത് ഈ കഥ, ഭഗവാന്റെ ഈ ശ്രീരാമ കഥ ഇരിക്കുന്നതോളം കാലം നമുക്ക് ഈ എന്നുണ്ടായത് നമ്മൾ ആരെങ്കിലും ഇത് കൂടിക്കൂടി വരുന്നല്ലാണ്ട് കുറയുന്നുണ്ടോ? ഞാൻ പോലും ഇത് കണ്ടിട്ടും കേട്ടാത്ത ഈ പുരാണം ഞാൻ ഈ കഴിഞ്ഞ വർഷമായിട്ടാണ് ഇത് വായിക്കാൻ തുടങ്ങിയത്. പഠിച്ചിട്ടൊന്നും അല്ല, ഞാനിങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ വായിച്ചതേ ഉള്ളൂ. അപ്പോൾ അത് എനിക്കും കിട്ടി. അങ്ങനെ എത്ര മക്കളെ ഇപ്പോൾ അറിഞ്ഞു വരുന്നത്. അതുള്ളിടത്തോളം കാലം വിഭീഷണനാണ് ലങ്കാ അധിപതി. അതാണ് അവിടെ പറയുന്നത്. മൽക്കഥയും സൂര്യനും ചന്ദ്രനും ആകാശവും ഭൂമിയും മൽക്കഥയും ജഗത്തിങ്കൽ ഉള്ളന്നിവൻ, ഉള്ളതുവരെ ഇവൻ വിഭീഷണൻ വാഴണം. ലങ്കാരാജ്യം ഏവം മമാജ്ഞയ, അത് ഭഗവാന്റെ ആജ്ഞയാണ്. ഭാഗവതോത്തമനായ വിഭീഷണൻ പങ്കജനേത്രവാക്യം കേട്ട് ലക്ഷ്മണൻ ലങ്കാപുരാധിപത്യ അർത്ഥ അഭിഷേകം. മറ്റതങ്ങ് മരണം വീണ്ടും ശരി വന്നു. ഞാനങ്ങ് ഓർത്താൽ പിന്നെ സമയം ഓർത്താൽ പിന്നെ എനിക്കൊന്നും വരത്തില്ല, ഒരു വെപ്രാളമായിപ്പോവും. അൻപോട് വാദ്യഘോഷണ ചെയ്തിടിനാൻ. എല്ലാവരും സന്തോഷമായിട്ട് ഘോഷമായി തന്നെ ചെയ്തു. വാനരാധീശ്വരന്മാരുമായി, വമ്പന്മാരുമായിട്ടുള്ള കവിവരന്മാരുമായിട്ട്, അതിൽ എല്ലാം കവിസേനയല്ല, അതിൽ വൻപന്മാരായിട്ടല്ല ചെന്ന് അവിടെ ചെയ്തു കൊടുത്തു. സാധുവാദേന മുഴങ്ങി ജഗത്രയം, സാധു ജനങ്ങളും പ്രീതി പൂണ്ടിടിനാർ. ആതിഥേയോത്തമന്മാർ പുഷ്പവൃഷ്ടിയും ആദി വേറിട്ട് ചെയ്തിടാൻ ആദരാൽ അപ്സരസ്ത്രീകളും നൃത്തഗീതങ്ങളാൽ പുരുഷോത്തമനെ ഭജിച്ചിടിനാർ. അങ്ങനെ ഭഗവാൻ ശ്രീരാമനെ എല്ലാവരും ഭജിക്കിച്ചു. എന്താ തീരാത്ത 1 2 3 4 5 10 ഗന്ധർവകിന്നര കിംപുരുഷന്മാരും അന്തർമുദാ സിദ്ധ വിദ്യാധരാദിയും ശ്രീരാമചന്ദ്രനെ വാഴ്ത്തി സ്തുതിച്ചതു. പേര് നിനാദം മുഴക്കിനാരം ഉമ്പരും പുണ്യജനേശ്വരനായ വിഭീഷണൻ തന്നെ പുണർന്നു സുഗ്രീവനൻ ചൊല്ലിനാൻ. 7 നാഥനായി വാഴുമീ ഈ 14 ഭൂമിക്കും, ഈ 14 നാഥനായി വാഴുമീ ശ്രീരാമ കിങ്കരന്മാരിൽ മുഖ്യൻ ഭവാൻ. രാവണ നിഗ്രഹത്തിന് സഹായവും ആവോളം ആശ ചെയ്യണം ഭവാനിനി. കേവലം ഞങ്ങളും മുൻ നടക്കുന്നുണ്ട്, സേവയാ സിദ്ധിക്കും ഏറ്റവും അനുഗ്രഹം. ഇനി ഭഗവാനോട് സേവിക്കണം, മുമ്പേ ഞങ്ങൾ നടക്കുന്നുണ്ട് ഈ യുദ്ധത്തിന് വേണ്ടിയിട്ട്, രാവണൻ്റെ കാര്യത്തിന് വേണ്ടി. സുഗ്രീവവാക്യം ആകർണ വിഭീഷണാഗ്രഹേ ചിരിച്ചവനോട് ചൊല്ലിടിനാൻ. സുഗ്രീവൻ അപ്പോൾ എന്താ ചിരിച്ച വിഭീഷണോട് പറയുന്നു. സാക്ഷാ ജഗന്മയന അഖിലേശ്വരൻ സാക്ഷിഭൂതൻ സകലത്തിനുമാകൽ. ഭഗവാൻ എല്ലാത്തിനും സാക്ഷിഭൂതനും സകലത്തിനും ആളാണ്. നമ്മൾ എന്ത് ചിന്തിക്കണം? സുഗ്രീവന് ഭയം എന്ന് വെച്ചാൽ ഇതിന് വേണ്ടത് മുൻകൈ എടുക്കണം എന്നൊക്കെ പറയുമ്പോൾ സുഗ്രീവൻ്റെ മനസ്സിൽ സഹായത്തിന് ഇനി മുന്നോട്ട് നിൽക്കുമല്ലോ. പക്ഷെ അതല്ല വിഭീഷണൻ ചിന്തിക്കുന്നത്. ഭഗവാൻ എന്താ വെക്കാത്തത്? ഒരാളായിട്ട് ഇവർ നിന്നാൽ പോലെ, ഒന്നും ചിന്തിച്ച് വിഷമിക്കേണ്ട. ഈ ശ്രീരാമൻ വിചാരിക്കണക്കിനെ നടക്കുമല്ലോ. അതുകൊണ്ട് വിഭീഷണൻ അങ്ങനെ പറഞ്ഞതാണ്. അഗ്രയെ ചിരിച്ച് സുഗ്രീവൻ പറഞ്ഞു, ഞങ്ങൾ മുൻ നടക്കുന്നുണ്ട്, സേവയാ സിദ്ധിക്കും ഏറ്റവും അനുഗ്രഹം. ഭഗവാന് വേണ്ടി സേവിക്കണം, വേണ്ടതെല്ലാം മുന്നേ ചെയ്യണം. സുഗ്രീവനോട് വിഭീഷണനോട് പറഞ്ഞപ്പോൾ വിഭീഷണൻ പറയുന്നു, സാക്ഷാ ജഗന്മയന അഖിലേശ്വരൻ സാക്ഷിഭൂതൻ സകലത്തിനുമാകയാൽ. ഭഗവാൻ സകലത്തിനുമാണ്, ഒന്നും നമുക്ക് ചിന്തിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. അത്രമാത്രം വിശ്വാസമാണ് വിഭീഷണന്. എന്ത് സഹായനക്കാരും അവിടേക്ക് എന്താ ഭഗവാൻ സഹായിക്കേണ്ട? അവിടേക്ക് ഭഗവാൻ എല്ലാം ഉള്ളതല്ലേ, ഇതെല്ലാം ലോകത്തിനെല്ലാം ഭഗവാനുള്ളതല്ലേ. സംഹരിക്കാനും രക്ഷിക്കാനും സൃഷ്ടിക്കാനെല്ലാം ഉള്ള ആളെന്ന് എത്ര വട്ടം പറഞ്ഞതെന്ന് അത് കേൾക്കുന്നില്ല. നമ്മളെപ്പോലുള്ളവരാരും കേൾക്കത്തില്ല, വിശ്വസിക്കത്തില്ല. പക്ഷെ വിഭീഷണന് വിശ്വാസമാണ്. അതുകൊണ്ട് വിഭീഷണന് സന്തോഷമാണ്. ബന്ധുശത്രുക്കൾ എന്നുള്ളതും ഇല്ല കേൾ. ഗൂഢസ്ഥൻ ആനന്ദപൂർണ്ണൻ ഏകാത്മകൻ കൂടസ്ഥൻ ആശ്രയം മറ്റാരുമില്ലടോ. ഭഗവാൻ ആര് വേണം? ഭഗവാൻ തന്നെ മതിയല്ലോ.
മൂഢത്വത്രേ നമുക്ക് അറിവില്ല കൊണ്ട് തോന്നിക്കുന്നതാ. അത് വിഭീഷണനായി പറയുന്നത്. വിഭീഷണൻ പറയുന്നത് നമുക്ക് തോന്നുന്നത് നമുക്ക് അജ്ഞാനം കൊണ്ട് തോന്നിക്കുന്നതാ. മൂഢത്വത്രേ നമുക്ക് തോന്നുന്നത് ഗൂഢ ത്രിഗുണഭാവേന മായാബല തദ്ദശന്മാരൊക്കെ നാമെന്ന് അറിഞ്ഞുകൊണ്ട് അദ്വൈഭാവേന സേവിച്ചു കൊള്ളുക. നാം ഭഗവാനെ ഏകനാണെന്ന് കരുതി നമ്മൾ സേവിക്കുക. നക്തഞ്ചര പ്രവരോക്തിൽ കേട്ടിട്ട് ഭക്തനാൻ ഭാനുജനം തെളിഞ്ഞിടിനാൻ. അപ്പം ഇത്രയെല്ലാം പറഞ്ഞു കൊടുത്ത് നല്ല നല്ല കാര്യങ്ങൾ വിഭീഷണൻ്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് കേട്ട് ഭക്തനാം ഭാനുജൻ, ഭാനു സൂര്യൻ്റെ പുത്രൻ, സുഗ്രീവൻ. അപ്പോൾ സുഗ്രീവന് സന്തോഷമായി. നല്ല ഉപദേശമാണ് വിഭീഷണൻ അങ്ങോട്ട് കൊടുത്തത്. അങ്ങനെ ഇപ്പോൾ സുഖബന്ധനം ഈ രാവണൻ അവിടുന്ന് പറഞ്ഞു വിട്ടു ശുഗനെ. രക്ഷോവരനായ രാവണൻ ചൊൽകയാൽ തക്ഷണേ വന്ന് ശുഗനാ നിശാചരൻ എന്ന് പറഞ്ഞ രാക്ഷസൻ്റെ അടുക്കെന്ന് പറഞ്ഞു വിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ചിലവർ ദൂതനെ പോലെ വിട്ടു. പുഷ്കരയെ നിന്ന് വിളിച്ച് ചൊല്ലിയുടെ ആകാശത്ത് വിളിച്ച് പറയുന്നു. മർക്കടരാജന സുഗ്രീവനോട് സുഗ്രീവനോട് പറയുന്നു, രാക്ഷസാശിഷ്യൻ വാക്കൾ കേൾക്ക നീ ഭാസ്കര സൂനോ പരാക്രമവാരിധേ. അതായത് സുഗ്രീവ പരാക്രമ, ഞാൻ രാക്ഷസാശ്വരൻ രാവണൻ പറഞ്ഞു വിട്ടു, വാക്കുകൾ നീ കേൾക്കുക. ഞാൻ പറയുന്നത് ആകാശത്ത് പറയുവാണ്. മറ്റയാളുടെ വാക്കുകൾ ഇവിടെ നിന്ന് പറയുന്നു. ഈ ശുഗൻ ഭാനു തനേനാം ഭാഗധയാം ബുധേ വാനരാജമഹാകുല സംഭവ. വാനന്മാരുടെ രാജാവേ, സുഗ്രീവനാണല്ലോ വാനന്മാരുടെ രാജാവ്. ഭാനു തന്നെയാണ്, അത് ആദിത്യൻ്റെ പുത്രനാണ്. അത് നീ കേൾക്കൂ. ആദിതേ ഇന്ദ്രസുധാനുജനാകയാൽ ഭാതു സമാനൻ ഭവാൻ മമ നിർണയം. ഞാൻ സൂര്യപുത്രനായ സുഗ്രീവ ഭാര്യയുടെ അനുജനാണല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്നു, താങ്കൾ എനിക്ക് ഭ്രാതാവിന് സമനാണ്. ഈ ശുഗൻ പറയുന്നു, സുഗ്രീവൻ എനിക്ക് ഭ്രാതാവിന് സമനാണ്. അതുകൊണ്ട് നിന്നോട് വൈരം എനിക്ക് ഏതുമില്ല, മറ്റെന്നിൽ വിരോധം നിനക്കുമില്ല ഏതുമേ. അതുകൊണ്ട് ശുഗൻ പറയുന്നു, സുഗ്രീവനോട് എനിക്കുമില്ല, നിനക്ക് എന്നോടുമില്ല, വിരോധമില്ല. രാജകുമാരൻ രാമ ഭാര്യ അഹം. അത് ഭഗവാൻ ശ്രീരാമനായിരുന്ന രാജകുമാരൻ ഭാര്യ അഹം വ്യാജന കൊണ്ടുപോകുന്നതിന് എന്തുതേ നിനക്കെന്താണ്? ആര് പറയുന്ന വാക്കായത്? രാവണൻ. രാമൻ്റെ ഭാര്യയെ ഞാൻ കട്ടുകൊണ്ട് പോകുന്നതിന് നിനക്കെന്താണെന്ന് ആര് പറഞ്ഞു വിട്ടു? രാവണൻ പറഞ്ഞു വിട്ടെന്ന് ചോദിക്കാൻ. രാജകുമാരനാൻ രാമഭാര്യ അഹം വ്യാജന കൊണ്ടുപോകുന്നതിന് അതിനെന്തേ നിനക്കതെന്താണ്? മർക്കടസേനയോട് അതിവിദ്രുതം കിഷ്കിന്ധയാൻ നഗരിക്ക് പോയിക്കൊള്ളുക. നീ സേനയായിട്ട്, അത് കവികളുമായിട്ട് നീ അങ്ങ് നിന്റെ രാജ്യം അവിടെ കിഷ്കിന്ധയിലെ അവിടെ പോയി ഭരിക്കൂ. നീ എന്തിനിവിടെ വന്ന് രാമൻ്റെ ഭാര്യയെ ഞാൻ മോട്ടിച്ചുള്ളത് നീ ഇവിടെ കിടന്ന് എന്തിനാ തകർക്കുന്നേ? ഇതാണ് പറഞ്ഞു വിട്ടേക്കുന്നത്. ദേവാദികളാലും അപ്രാപ്യമായ ഒന്നു കേവലം എന്നോട് ലങ്കാപുരമെടോ. ദേവാദികൾ പോലും അപ്രാപ്യമായിരിക്കുന്നതാണ് എൻ്റെ ലങ്കാപുരം. അല്പസാരന്മാർ മനുഷ്യനും നിങ്ങൾ മനുഷ്യനും എത്ര അല്പസാരന്മാരാണ്. ദുർബലന്മാരായ വാനരയൂഥവും നിങ്ങൾ ഈ എന്തോ പറയുന്നത് കവികൾ കുരങ്ങന്മാർ നിങ്ങൾക്ക് ബലമില്ലാത്തവരാണ്, ദുർബലന്മാരാണ്. എന്തൊന്ന് കാട്ടുന്നത് എന്നോട് ഇവിടെ വന്ന് അന്ധകാരം നിനച്ചിടാകിയ നീ വൃത്ത. നീ ഇവിടെ എന്തോന്നാ വന്ന് ഇവിടെ കാട്ടുന്ന സുഗ്രീവ? ഇതൊക്കെ പറഞ്ഞു വിട്ട് ശുഗൻ വന്ന് പറയുവാണ്. ശുഗൻ അല്ലത് പറയുന്നത്, പറഞ്ഞു വിട്ട വാക്കുകളാണ്. ഇത്തം ശുഗോക്തികൾ കേട്ടു കവികുലം ഉദ്ധായ ചാടി പിടിച്ച രതിദുരം. പെട്ടെന്ന് ഇതൊക്കെ കേട്ടോ ദേഷ്യം വന്ന് കവികളെല്ലാം കൂടി അവനെ കരിങ്ങ് പിടിച്ചു, ചാടി പിടിച്ചു. ആകാശത്ത് പറയുമല്ലേ, മുഷ്ടി പ്രഹരങ്ങളേറ്റു ശുഗൻ അതിക്ലിഷ്ടനായി ഏറ്റം കരഞ്ഞു തുടങ്ങി. ഞാൻ പറഞ്ഞത് അയാളാണ്, പക്ഷെ പറഞ്ഞു വിട്ടതാരാ? രാവണനാ. അവസാനം കരഞ്ഞു, ഇഷ്ടംപോലെ ഇടി കിട്ടി കവികളെ. അപ്പോൾ രാമ പ്രഭോ കാരുണ്യവാരിധേ രാമ നാഥ പരിത്രാഹി രഘുപതേ. രക്ഷിച്ചാലും രഘുപതേ, ദൂതരെ കൊല്ലുമാറില്ല പണ്ടാരുമേ നാഥ. ധർമ്മത്തെ രക്ഷിച്ചുകൊള്ളണമേ, അതുകൊണ്ട് ഞാൻ ദൂതനാണ്, എന്നെ കൊല്ലല്ലേ രാമ, എന്നെ രക്ഷിക്കൂ. വാനരന്മാരെ നിവാരണം ചെയ്ത് ആശുമാനവീര അതോഹം പ്രഭാഹിമാം. അത് ഞാൻ മരിക്കാറായി, എന്നെ ഇടിച്ചു കൊല്ലാറായി, അതുകൊണ്ട് ദൂതന്മാരെ കൊല്ലല്ലേ. ഇത്തം പരിദേവനം കേട്ടൊരു. അപ്പോൾ ഇത് ആര് കേട്ടു? ശ്രീരാമൻ കേട്ടിട്ട് ഭക്തപ്രിയൻ ഭരതൻ പുരുഷോത്തമൻ വാനരന്മാരെ വിലക്കിനാൻ അന്നേരം ആനന്ദം ഉൾക്കൊണ്ട് ഉയർന്നു ശുഗൻ അങ്ങനെ വിലക്കിയപ്പോൾ അവൻ മുകളിലേക്ക് ഉയർന്നു. ചൊല്ലിനാൻ സുഗ്രീവനോട്, ഞാൻ എന്തോന്ന് ചൊല്ലേണ്ടത് അങ്ങ് ദശഗ്രീവനോട് അത് ചൊല്ലിടുക എന്ന്. അത് കേട്ട് സുഗ്രീവനും ഞാൻ എന്താ ഇന്ന് പറയേണ്ടുന്നത് രാവണനോട് വിട്ടല്ലോ. വിട്ടവൻ ചോദിച്ച് ഞാൻ എന്താ അവിടെ മറുപടി പറയണം? ദൂതൻ വന്നതല്ലേ, ഇവിടുത്തെ അഭിപ്രായം പറയണം. അതുകൊണ്ട് ഞാൻ എന്താ അവിടെ പറയേണ്ടുന്നത്? അത് എന്നോട് പറയൂ. സുഗ്രീവനോട് ചൊല്ലിനാനാശ ശുഗനോട് സത്വര. അപ്പോൾ സുഗ്രീവൻ പറഞ്ഞു, ചൊല്ലുള്ള ബാലിയെ പോലെ ഭവാനി. അതായത് ബാലിയെ എങ്ങനെ നിഗ്രഹിച്ചത്? സുഗ്രീവനോട് വേണ്ടാത്ത കാണിച്ചപ്പോൾ ബാലി നശിച്ചത്തില്ലേ, ജ്യേഷ്ഠനായ ബാലി. അതുപോലെ കൊല്ലണം ആശ്വസ പുത്ര ബലാൻ. അതുകൊണ്ട് രാവണന്റെ കുടുംബം മൊത്തം പുത്രനും എല്ലാം കൊല്ലണം. അതാണ് ഇന്ന് പറയാൻ പറഞ്ഞു. ശ്രീരാമ പത്നിയെ കട്ടുകൊണ്ടിടനെ ചോരനെയും കൊന്ന് ജാനകി തന്നെയും കൊണ്ടുപോകണം. എനിക്ക് കിഷ്കിന്ധയ്ക്ക് രണ്ടില്ല, അതിനൊന്ന് ചെന്ന് ചൊല്ലിയിടുക നീ. ഞാൻ ഇവിടെ വന്നത് കിഷ്കിന്ധയിൽ ഞാൻ പോകണമെങ്കിൽ നിന്റെ കുലത്തിൽ രാവണൻ 2 കുലത്തിലെല്ലാം മുടിപ്പിച്ചിട്ട് ജാനകിയെ കൊണ്ട് വേണം എനിക്ക് കിഷ്കിന്ധയിലേക്ക് പോകാൻ എന്ന് പറയാൻ പറഞ്ഞു.
അർക്കാത്മനോക്തികൾ, അതായത് അർക്കാത്മനാര സുഗ്രീവൻ. ഈ സുഗ്രീവൻ്റെ വാക്കുകൾ അർക്കാത്മനെ കേൾക്കുമ്പോൾ ഓർത്തോണം. നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് വെക്കം ചിന്തിക്കാൻ കഴിവുണ്ട്, ചിന്തിക്കുക. ഇതെനിക്കറിയാം, നിങ്ങൾക്ക് എനിക്കും ഉള്ള, ഞാനിത് ചിന്തിക്കുന്നത് കൊണ്ട് നിങ്ങൾ കേട്ടിരിക്കും, നിങ്ങൾ ചിന്തിക്കത്തില്ലെന്ന് എനിക്കറിയാം. കാരണം ഇതിനകത്ത് അത്രമാത്രം പാടാണെന്ന് എനിക്കറിയാം. അത് ഞാനിത് ആദ്യം കണ്ടപ്പോഴേക്കും എനിക്ക് അങ്ങനെ തോന്നിയത്. അതുകൊണ്ട് സാധാരണ മക്കൾക്ക് അത് പറ്റണം. പിന്നെ പതുക്കെ ചിന്തിച്ചിരിക്കുക. ഈ പുസ്തകമുള്ളത് മനസ്സിലാക്കി പതുക്കെ പെട്ടെന്ന് എനിക്ക് വായിച്ചു പോകണ്ടേ, അതുകൊണ്ട് ഞാനിത് വായിച്ചു പോയല്ലേ പറ്റൂ. അതുകൊണ്ട് അർക്കാത്മജോക്തികൾ, അതായത് സുഗ്രീവൻ്റെ വാക്കുകൾ കേട്ട് തെളിഞ്ഞളവ് അർക്കാന്വയോത്ഭവൻ താനും അരുളി ചെയ്തു. അർക്കാന്വയോത്ഭവൻ ആരാ? സൂര്യവംശത്തിൽ ഉത്ഭവിക്കാതെ ശ്രീരാമൻ. സൂര്യൻ്റെ പുത്രനാണ് സുഗ്രീവൻ. സൂര്യവംശത്തിൽ ഉത്ഭവിച്ചതാരാ, ജനിച്ചതാരാ? ശ്രീരാമൻ. അതുകൊണ്ട് ഇവനെ കുലോ ഉത്ഭവൻ എന്ന് ശ്രീരാമനെയും പറയും, അർക്കൻ്റെ പുത്രൻ എന്ന് സുഗ്രീവനെയും പറയും. ഇത് ഇങ്ങനെ സുഗ്രീവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, വാനരന്മാരെ ശുഗനെ ബന്ധിച്ചുകൊണ്ട് ഊനമൊഴിഞ്ഞ് അത്ര കാത്തുകൊണ്ടിടുവൻ. അവന് ബന്ധിച്ച് അവന് ഊനമൊഴിഞ്ഞ് അവൻ്റെ വിഷമമൊക്കെ കളഞ്ഞിട്ട് അവിടെ കാത്തുകൊള്ളൂ, വേദനിപ്പിക്കാതെ അവിടെ സ്വന്തത്തോടെ കഴിയട്ടെ, വിടണ്ട, ഞാൻ ഉര ചെയ്തേ അയക്കാവൂതെന്ന് ഭഗവാൻ എപ്പോൾ പറയുന്നു അപ്പോഴേ അയക്കാവൂ. അത് ആനന്ദമോടെ കളിച്ചത് രഘുവരൻ. അങ്ങനെ പറഞ്ഞിട്ട് ആനന്ദമോട് പറഞ്ഞിട്ട് വാനരന്മാരും പിടിച്ച് കെട്ടിക്കൊണ്ട് ദീനത കൈവിട്ട് കാത്തുകൊണ്ടിടണം. ദീനത വിഷമമൊക്കെ കളഞ്ഞു അവിടെ കെട്ടിയിട്ടു. ശാർദൂല വിക്രമം കൊണ്ട് കപിബലം. വേറെ കുറേ ഈ പുലിയെ പോലെ സാമർഥ്യമുണ്ട് കുരങ്ങന്മാർ. പിന്നെ അവരുടെ ബലം ആര് കണ്ടു? ഈ ശുഗൻ വന്നപ്പോൾ അതിൻ്റെ പുറകെ കുറേ അവൻ്റെയൊക്കെ ദൂതന്മാരും പുറകെ കാണുമല്ലോ, വിവരം അറിയാം. ഇവനും വന്ന് പറഞ്ഞത് ഇവൻ മാത്രമാണ്. പക്ഷേ ഇത് കണ്ട് ഈ വീരപരാക്രമം കണ്ട് പുലിയെപ്പോലെ ഈ കവികൾ കുരങ്ങന്മാർ അടിച്ച് താടിച്ച് നൊന്തപ്പോൾ അത് കണ്ടിട്ട് ചെന്ന് ആർത്തരായി പേടിച്ച് പറഞ്ഞു, രാക്ഷസനോട് പറഞ്ഞു, ശാർദൂല വിക്രമം കൊണ്ട കവിബലം ശാർദൂലനായ നിശാചരൻ വന്ന് കണ്ട ആർത്തനായ രാവണനോട് ചൊല്ലിയിട്ട് ഈ രാവണൻ്റെ അടുക്കൽ വന്ന കുറേ നക്തഞ്ചരന്മാർ രാവണനോട് പറഞ്ഞു. വാർത്തകൾ ഉള്ളവണ്ണം അത് കേട്ടൊരു രാത്രി സുരേശ്വരനാകിയ രാവണൻ ആർത്തി കൊണ്ട് ഏറ്റവും ദീർഘചിന്താന്യതം ചേർത്ത ഖേദത്തോട് ദീർഘമായ ഏറ്റവും വീർത്ത ഉപായങ്ങൾ കാണാൻ ഞാൻ ഇതിനിപ്പോൾ എന്താ ഉപായം? ഇങ്ങനെ അവനെ പിടിച്ചവിടെ കെട്ടിയിട്ടോ? കവികളെല്ലാം ഇത്രയും ധീരന്മാരാണോ? അങ്ങനെ അയാൾ ഇതെല്ലാം കേട്ട് ഇങ്ങനെ അവനെ ദണ്ഡിച്ചിട്ട് പിടിച്ച് കെട്ടിയിട്ടു ചെന്ന് പറഞ്ഞു. അവരുടെ കൂടെ വന്നവർ കുറച്ച് പേര്. ചീർത്ത ഖേദമുണ്ട് രാവണൻ. ഇനി എന്താ മാർഗം? നമ്മൾ ചിന്തിച്ചിരിക്കുക, ഉപായം കാണാനിരിക്കുക. സേതുബന്ധനാണ് ഇനി അടുത്തത്. തൽക്കാലം അർക്കകുലോത്ഭവൻ രാഘവൻ അർക്കാത്മജാതി കപിവരന്മാരോടും രക്ഷോവരനാം വിഭീഷണൻ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങി ഞാൻ എന്തുപായം സമുദ്രം കടപ്പാനെന്ന് അവർ സമുദ്രം കടക്കാനുള്ള ഉപായം നോക്കുന്നു. രാവണൻ എന്ത് ചെയ്യുന്നു? എങ്ങനെ ഇതിൽ നിന്ന് മുക്തി നേടാൻ, സീതയെ സ്വന്തമാക്കാമെന്ന് അവൻ ചിന്തിക്കുന്നു. ശ്രീരാമൻ എങ്ങനെ ലങ്ക കടന്നക്കരെ ചെല്ലാന്ന് സേതുബന്ധിക്കുന്നത് അത് അവിടെ ചിന്തിക്കുന്നു. എന്തുപായം സമുദ്രം കടപ്പാനെന്ന് ചിന്തിച്ച് കൽപ്പിക്കാൻ നിങ്ങൾ എല്ലാവരുമായി എന്തായാലും ഓർക്ക് ചിന്തിക്കൂ എന്നരുൾ ചെയ്ത് അത് കേട്ടവർ ഏവരും ഒന്നിച്ചുകൂടി നിരൂപിച്ച് ചൊല്ലിനാർ. ദേവപ്രവരനായൊരു വരുണനെ സേവിക്കണമെന്നാൽ വഴിയും വരും. അത് വരുണദേവനാണല്ലോ, സമുദ്ര ജലദേവൻ. അദ്ദേഹത്തിനെ പ്രാർത്ഥിക്കുക എന്നത് കേട്ട് അരുൾ ചെയ്തു. രഘുവരൻ നന്ദിതും തോന്നിയത് അങ്ങനെ തന്നെ, നല്ലത് തന്നെ അങ്ങനെ നമുക്ക് തോന്നിയത് അങ്ങനെ തന്നെ എന്ന് അർണവ തീരെ കിഴക്ക് നോക്കി തൊഴുത് അർണോജലോചനയാകി രാഘവൻ അങ്ങനെ അങ്ങനെ ഇരിക്കട്ടെ എന്ന് അങ്ങ് കിഴക്കോട്ട് നോക്കി തീരദേശത്തിന് പ്രാർത്ഥന തുടങ്ങി. ദർഭ വിരിച്ചു നമസ്കരിച്ചിട്ട് ഞാൻ അത്ഭുത വിക്രമൻ ഭക്തി കൊണ്ട് എത്രയും. ഭഗവാൻ അങ്ങനെ ദർഭ വിരിച്ച് വർണ്ണദേവനെ പ്രാർത്ഥനയ്ക്കിരുന്ന് 3 അഹോരാത്രം ഉപാസിച്ചത് ഇങ്ങനെ 3 രാത്രി 3 പകലും ഉപവസിച്ചിരുന്നൊന്നും കഴിക്കാതെ. 3 ലോകത്തിനും നാഥനാം ഈശ്വരൻ ഏതും ഇളകിയില്ല വാരധിയും ക്രോധന രക്താന്ത നേത്രനാം നാഥനും. ഇത്രയും 3 ദിവസം ഒന്നും കഴിക്കാതിരുന്നു പ്രാർത്ഥിച്ചിട്ടും ഒരു ഇളക്കം പോലും ഈ സമുദ്രത്തിന് വന്നില്ല. അപ്പോൾ ക്രോധമായി ശ്രീരാമന്. രക്താന്ത നേത്രൻ, കണ്ണിലൊക്കെ രക്തം കലർന്ന് നേത്രമൻ ദേഷ്യം വന്നു. അങ്ങനെ നാഥൻ എന്ത് പറഞ്ഞു? കൊണ്ടുവാ ചാപബാണങ്ങൾ നീ ലക്ഷ്മണ. പ്രാർത്ഥിച്ചിട്ട് വരാഞ്ഞുകൊണ്ട് ലക്ഷ്മണ നീ ബാണങ്ങളെല്ലാം കൊണ്ടുവരൂ. കണ്ടുകൊണ്ടാലും അമ്മ ശരവിക്രമക്കാൻ നിങ്ങൾ കാണൂ, ഞാനിപ്പോൾ ശരം ഇപ്പോൾ ഇതെല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞ് ശ്രീരാമൻ ദേഷ്യം വന്ന് കൊണ്ടുവാ ചാപബാണങ്ങൾ. ഇന്ന് പെരുവഴി മീളുന്നതില്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചിടുവൻ. ഇന്ന് എനിക്കിവിടെ പെരുവഴി വന്ന് തെളിഞ്ഞില്ലെങ്കിൽ, സമുദ്രം നീങ്ങി മാറി ഇവിടെ വഴി എനിക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ തന്നെ അമ്പയച്ച് ഇവിടെ എല്ലാം ഇപ്പോൾ ഭസ്മമാക്കും. മുന്നേ മതിയ പൂർവന്മാർ വളർത്തത് ഇന്ന് ഞാനില്ലാതെയാക്കുമെന്ന് പണ്ട് ഇങ്ങനെ സംഭവിച്ചതല്ലയോ? പഞ്ചഭൂതങ്ങളായിട്ടുള്ള ജലവും മണ്ണ് വായു അഗ്നി ഇതൊക്കെ ഉണ്ടായതല്ലയോ പണ്ടേ? അത് ഞാൻ നശിപ്പിക്കും. ഭഗവാൻ പറയുക, മതിയ പൂർവന്മാർ പണ്ട് വളർത്തി വെച്ചതാണല്ലോ ഈ സമുദ്രമൊക്കെ, ഇന്ന് ഞാൻ ഇല്ലാതെയാക്കുമെന്ന് പറഞ്ഞത്. സാഗരം എന്നുള്ള പേരും മറന്നുള്ളിലാകും എന്നീ
ഉള്ളിൽ ആകുലമെന്നേ വാഴുകില എന്നുമേ. ഈ സാഗരമുള്ള പേര്, ഈ സമുദ്രം എന്നുള്ള പേര് പോലും മറന്ന് ഉള്ളിൽ ആകുലം എന്നീ വാഴുകില എന്നുമേ. നഷ്ടമാക്കിയിടും വെള്ളം കപികുലം. അങ്ങനെ ഇതൊക്കെ ഞാനിപ്പോൾ നഷ്ടമാക്കുന്ന ഭഗവാൻ ഇങ്ങനെ ദേഷിച്ച് പറയുന്നു. പുഷ്ടമോദം പാദചാരണ കോകണം, നഷ്ടമാക്കണം വെള്ളം കപികുലം പുഷ്ടം. അതായത് ഈ വെള്ളം ഇവിടെ നഷ്ടമായി പോകണം. എൻ്റെ കവികൾ ഈ വെള്ളത്തിൽ നടന്ന്, കാരണം പുഷ്ടമോദം പാദചാരണ പോകണം. ഈ കവികളുള്ള സേനകളല്ലേ, അവർക്ക് ഒത്തിരി പേർക്ക് നടക്കാനില്ല. അതുകൊണ്ട് എൻ്റെ ഈ കവികുലങ്ങളെല്ലാം ഇവിടെ നടന്നു പോകണം, കാൽനടയായിട്ട് ഇവിടെ നക്കരെ കിടക്കണം എന്ന് അരുൾ ചെയ്ത് വില്ലും കുഴിയെ കുലച്ച് അർണവത്തോട് അരുൾ ചെയ്തു രഘുവരൻ. അങ്ങനെ വില്ലും കുലച്ച് നദി അർണവം സമുദ്രത്തോട് പറഞ്ഞു. രഘുവരൻ എന്ത് പറഞ്ഞു? സർവ്വഭൂതങ്ങളും കണ്ടുകൊള്ളണം എൻ ദുർവാരമായ ശിലീമുഖ വിക്രം. എൻ്റെ വിക്രമം നിങ്ങളെല്ലാവരും സർവ്വഭൂതങ്ങളും 5 ഭൂതങ്ങൾ പഞ്ചഭൂതങ്ങളെല്ലാം കണ്ടോളിൻ. പൃഥ്വി, അപ്പു, തേയു, വായു, ആകാശം. അപ്പോൾ ഇത് വെള്ളത്തിനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം ഈ ഭൂതങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുക എൻ്റെ പരാക്രമം എന്ന് പറഞ്ഞ് ദേഷിച്ച് ദുർവാരമായ ശിലീമുഖ വിക്രമം, അതായത് ആർക്കും തടുത്തുകൂടാത്ത അസ്ത്രപ്രയോഗ സാമർഥ്യം, ആരും തടുക്കാൻ അത്രമാത്രം ദേഷിച്ചാണ് ഭഗവാൻ ചെയ്യുന്നത്. അങ്ങനെ ഭസ്മാക്കിയിട്ടും വാരാനിധിയെ ഞാൻ വിസ്മയം എല്ലാവരും കണ്ടു നിൽക്കണം. ഇതിപ്പോൾ ഭസ്മാക്കുന്നത് കണ്ടോളൂ. ഈ വാരാനിധി, ഈ സമുദ്രം, ഇതെല്ലാവരും അത്ഭുതത്തോടെ ഇത് കണ്ടു നിൽക്കൂ. ഇത്തം രഘുവരൻ വാക്ക് കേട്ട അന്നേരം പൃഥ്വീരുഹങ്ങളും കാനനജാലവും പൃഥ്വിയും കൂടെ വിറച്ചു ചമഞ്ഞതു. മിത്രനും മങ്ങി നിറഞ്ഞു തിമിരവും. സൂര്യൻ മിത്രനും മങ്ങിപ്പോയി, തിമിരം ഇരുട്ട് വന്നു, പൃഥ്വി വിറച്ചു, കാനനജാലമൊക്കെ എല്ലാം തരികടയായി. അബ്ധി ശോഭിച്ചു, അത് സമുദ്രം ശോഭിച്ചു. മിട്ടാൽ കവിഞ്ഞു, കര കവിഞ്ഞു. അത് ഉത്തംഗമായ തരംഗാവലിയോടും അത്രമാത്രം തിരമാടെല്ലാം കര കവിഞ്ഞ് അവിടെ എല്ലാം ശോഭിച്ചു. അസ്ത്രങ്ങളായി പരിതപ്തങ്ങളായി ത്രസ്തങ്ങളായി, അതായത് പരിഭ്രമിച്ചല്ല. എന്താ ഇത് സംഭവിക്കുന്നത്? ഭഗവാൻ അത്ര ദേഷ്യം വന്നത്. അപ്പോൾ തസ്ത്രങ്ങളായി പരിതപ്തങ്ങളായി വന്ന് അത്യുഗ്ര നക്ര തിമി ജഷാദ്യങ്ങൾ, അത് ജഷം മീനെ, നക്ര മുതലയോ തിമിങ്ങലോ എല്ലാം അത്യുഗ്രങ്ങളെല്ലാം ഇങ്ങനെ എന്താ പറഞ്ഞ് നിശ്ചല പരിഭ്രമിച്ച് എല്ലാവരും ഭയന്ന്, സമുദ്രമുള്ള എല്ലാ ജീവജാലങ്ങളെല്ലാം അമ്പരന്നു. അപ്പോൾ ഭയപ്പെട്ടു ദിവ്യരൂപത്തിലും അപ്പതി ദിവ്യാഭരണ സമ്പന്നനായി 10 ദിക്കം നിറഞ്ഞൊരു കാന്ത്യ നിജഹസ്തങ്ങളിൽ പരിഗൃഹ രത്നങ്ങളും വിസ്ത്രസ്തനായി രാമപാദാന്തികയെ വെച്ചു സത്രവം ദണ്ഡ നമസ്കാരവും ചെയ്തു. അങ്ങനെ അപ്പോഴത്രയും ചെയ്തപ്പോൾ ഭയപ്പെട്ട് ദിവ്യരൂപത്തോട് അപ്പതി വരുണൻ, അപ്പതി എന്ന് വെച്ചാൽ വരുണൻ, ജലദേവൻ, ദിവ്യ ആഭരണത്തോട് നല്ല 10 ഇതൊക്കെ നിറഞ്ഞൊരു കാന്തിയാൽ ഹസ്തങ്ങളിൽ എന്തൊക്കെ പിടിച്ചു പരിഗൃഹ്യ രത്നങ്ങളും വിത്രസ്തനായ, അതായത് ഭയന്നവനായിട്ട് പരിഗൃഹ്യ രത്നങ്ങളെല്ലാം രാമപാദാന്തിയെ കൊണ്ടങ്ങ് വച്ചു. വിഷമിച്ചു പോയി. സത്രവം ദണ്ഡ നമസ്കാരവും ചെയ്ത് ഭഗവാനെ നമിച്ചു. എന്നിട്ടോ രക്താന്തലോചനാകിയ രാമനെ ഭക്തിയെ വണങ്ങി സ്തുതിച്ചാൻ പലതരം. അങ്ങനെ വരുണൻ പ്രാർത്ഥിക്കണം. ത്രാഹിമാം ത്രൈലോക്യപാലക, ത്രാഹിമാം വിഷ്ണു ജഗൽപദേ, ത്രാഹിമാം പൗലസ്ത്യ നാശന. രാവണനെ നാശനായിട്ട് വന്നതാണല്ലോ, പൗലസ്ത്യ നാശന. ത്രാഹിമാൻ രമാപദേ, ആദികാലേ തവ മായ ഗുണവശാൽ. പണ്ട് ആദികാലത്ത് ഭഗവാന്റെ മായ ഗുണവശം കൊണ്ട് ഭൂതങ്ങളെ ഭഗവാൻ സൃഷ്ടിച്ചത് നേരം അന്നത്തെ കാലത്ത് ആദിയിലുണ്ടായതാണ് ഭൂതങ്ങൾ സൃഷ്ടിച്ചല്ലോ. സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ കാലസ്വരൂപനാകും നിന്തിരുവടി സൃഷ്ടിച്ചത് ഏറ്റവും ജഡസ്വഭാവങ്ങളായി. അത് ജഡം വെച്ചാൽ ഇപ്പം വെള്ളം ജഡമല്ലേ, ജീവനില്ലല്ലോ, അതുകൊണ്ട് ജഡസ്വഭാവങ്ങളായി, അതായത് 3 ചലനമറ്റ വെച്ചാൽ ജഡം, ജീവനില്ല. അപ്പം ജഡസ്വഭാവങ്ങളാണ്. ഇപ്പം കാറ്റിനിപ്പം ജീവനുണ്ടോ, അതുപോലെ വെള്ളത്തിനും ഇല്ല. അതുകൊണ്ട് ജഡസ്വഭാവങ്ങളായി കഷ്ടം ഇത് ആർക്കും നീക്കാവൂ തവ മതം. ഇത് ആർക്കും കൊണ്ട് മാറ്റാൻ പറ്റിയത് അന്നേ സൃഷ്ടിച്ചതല്ലേ, വേറെ ആർക്കും പറ്റുമോ ഇത് മാറ്റാൻ? ആര് പറഞ്ഞു? വരുണൻ, അപ്പതി. പിന്നെ വിശേഷിച്ച് അതിലും ജഡത്വമായി തന്നെ ഭഗവാൻ പോലും എന്നെ നിർമ്മിച്ചതും വെള്ളം, ഇതിലെല്ലാം ജഡമാണ്. കാരണം മറ്റതിനൊക്കെ പിന്നെയും ജീവനുണ്ടെന്ന് പറയാം. വെള്ളത്തിനാണെങ്കിലോ അത്ര പോലും ഇല്ല. അത് എന്നെ, അത് വരണം വെള്ളം, അപ്പതിൽ അത് എന്നെ അതിലും വിശേഷിച്ച് ജഡമാക്കിയല്ലോ വെച്ചത്. മുന്നേ ഭവൻ നിയോഗന സ്വഭാവത്തെ ഇന്ന് അന്യഥാ കർത്തം ആരുള്ളത് ശക്തരായി ഇന്ന് അതിനെ മാറ്റാൻ ആരാ കർത്താവായിട്ടുള്ളത്? ആർക്കത് കഴിയും ചെയ്യാൻ? അന്ന് ചെയ്തതല്ലേ, ഇന്ന് ആർക്കെ കൊണ്ട് പറ്റുന്നതാണോ അതിനെ മാറ്റാൻ? അന്യഥ അതിനെ മാറ്റുവാൻ. താമസോത്ഭൂതങ്ങളായുള്ള ഭൂതങ്ങൾ താമസശീലമായി തന്നെ വരൂ വിഭോ. ഇതൊക്കെ ഈ ജഡങ്ങളായിട്ടുള്ളെല്ലാം തമോ ഗുണങ്ങളാണ്. അത് താമസമല്ലോ ജഡത്വമാകുന്നതും കാമഫലോപാധികളും താമസം. ഇതൊക്കെ അറിയണമെന്നുണ്ട് പറയുന്നതാണ്, പക്ഷെ സമയമില്ല. ഇതൊക്കെ കുറച്ച് വായിച്ച് പറഞ്ഞു തരേണ്ടുന്നതാണ്. എന്നെങ്കിലും പോട്ടെ.
കഴിഞ്ഞാണ്ടിലോ അതൊത്തില്ല. അന്ന് എനിക്ക് ഒട്ടും അറിയത്തുമില്ല. ഇതും എന്നാന്ന് ഇപ്പം അറിയാമെന്ന് അറിയത്തില്ലെങ്കിലും ഒന്നും കൂടെയൊക്കെ തോന്നുന്നു. മറ്റെനിക്ക് എന്താണെന്നൊരു പിടിയില്ലാത്ത ആദ്യമായിട്ട് കിട്ടുന്ന എന്താണെന്നൊന്നും ചിന്തിച്ചിട്ടല്ല പറഞ്ഞത്. അന്ന് ആരുടെയൊക്കെ പ്രാർത്ഥന എന്തൊക്കെ വരികൾ പറഞ്ഞു പോയി. ഇപ്പം ഇച്ചിരൂടെ അത്ര അടുത്ത പ്രാവശ്യം ഒത്തുകൂടെ നന്നാക്കി പറയാം. ഇനി ഇടയ്ക്കിടയ്ക്ക് എന്ന് ഞാൻ വായിക്കാതെ പറ്റും. അപ്പോൾ മായാരഹിതനായ നിർഗുണനായ നീ, ഭഗവാന് മായയില്ല, മായരഹിതനാണ്, നിർഗുണനാണ്, അത് ത്രിഗുണങ്ങളില്ല, അത് സാത്വിക സ്വഭാവമോ തമോ ഗുണമോ ഒന്നുമില്ലാത്ത ഭഗവാനാണ്. മായാഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ, അതായത് മായാഗുണങ്ങളെ അംഗീകരിച്ചതിനാ മഹാമായക്കും ദേവി മഹാവിഷ്ണുവിൻ്റെ മായയില്ല, അത് അംഗീകരിച്ച് എങ്ങനെയാ സൃഷ്ടി നടത്തണമെന്ന് പറഞ്ഞപ്പോൾ ദേവി അംഗീകരിച്ചു. അതുകൊണ്ട് രണ്ടോട് ചേർന്നാണല്ലോ ഇത് സൃഷ്ടി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് മായാഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ വൈരാജ നാമവാനായി ചമഞ്ഞു. അത് വിരാട്ടായി, വിരാട് പുരുഷൻ എന്ന് കേട്ടിട്ടില്ലേ? അപ്പോഴാണ് വിരാട് ഉണ്ടായത്. വൈരാജനാമവാനായി ചമഞ്ഞു ഭവാൻ, കാരണപുരുഷനായ ഗുണവാത്മാവുമായി. അപ്പോൾ വിരാട്ടികളിൽ നിന്ന് ഗുണങ്ങളാൽ ഉൽപ്പന്നരായത് ദേവാദികൾ. തഥാ, അങ്ങനെയാണ് ദേവാദികളൊക്കെ ഇവിടെ ഉണ്ടായത്. തത്ര സത്വത്തിങ്കിൽ നിന്നല്ലേ ദേവകൾ തദ്രജോഭൂതങ്ങളായി പ്രജേശാദികൾ. തത്തമോഭൂതനായ ഭൂതപതി താനും ഉത്തമ പുരുഷ രാമാദയാനിധേ. മായയാച്ഛന്നനായ ലീല മനുഷ്യനായ മായ ഗുണങ്ങളെ കൈക്കൊണ്ട് അനാരതം നിർഗുണനായി സദാ ചിൽഖനനായൊരു നിഷ്കളനായ നിരാകാരനായി ഇങ്ങനെ മോക്ഷതനാ നിന്നോട് തന്നെയും മൂർഖനാ ഞാൻ എങ്ങനെ അറിഞ്ഞിടുന്നു. ഇങ്ങനെയുള്ള ഗുണങ്ങളേറിയ ഭഗവാൻ നിർഗുണനായിരിക്കുന്ന പരമാത്മാവിന് സർവ്വതും അറിവുള്ളവന് ഈ മൂഢനായി എനിക്ക് എന്തറിയാം? അപ്പതി പറയുക, മൂർഖനാ ഞാൻ എങ്ങനെ അറിഞ്ഞു? മൂർഖച്ച മൂഢനാണ്, അറിവില്ലാത്തവനായി ഞാൻ. ഇതൊന്നും ജഡമല്ലേ, എന്തെങ്കിലും പറ്റുമോ? ജീവനില്ലാത്തതിലെ ജലം. അതുകൊണ്ട് മൂർഖജനങ്ങൾക്ക് സന്മാർഗ പ്രാപകം ഓർക്കിൽ പ്രഭൂണാം ഹിതം ദണ്ഡമായതും ദുഷ്ടപശൂനായ യഥാലകുടം ദധാ ദുഷ്ടനാ ശാസനം ധർമ്മം ഭവാത്. അതായത് ഇതൊക്കെ ഓർത്താൽ എന്താ, പ്രഭുക്കളുടെ ഇഷ്ടം എന്താ, പ്രഭുക്കന്മാരായിരിക്കുന്നവർക്ക് ഇഷ്ടം നമ്മളെയൊക്കെ ശിക്ഷിക്കുക, ഇങ്ങനെ വടി കൊണ്ട് ദുഷ്ടരെ ശിക്ഷിക്കുക, നമ്മൾ ദുഷ്ടന്മാരെയൊക്കെ ശിക്ഷ കൊടുക്കണം. അതൊക്കെയാണ് വർണ്ണം പറയുന്നത്. രാമചന്ദ്രാഭയം ദേഹിമേ സന്തതം രാമലങ്കാമാർഗമാശുദ്ധം. അതിപ്പോൾ ഭഗവാൻ അവിടെ ചെന്ന് ഇപ്പോൾ കാണിച്ചതെന്ന് പറഞ്ഞില്ലേ, ശിക്ഷ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോഴല്ലേ പേടിച്ച് വന്നത് അവതരിച്ചത്. അതിലിപ്പം നശിപ്പിക്കും, എനിക്ക് ഈ കവികൾക്ക് നടന്നു പോകണം, അത് നേരെ വഴി തന്നില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് പറയുന്നില്ലേ. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് മൂഢന്മാർക്ക് എന്ത് കൊടുക്കണം? ശിക്ഷ കൊടുക്കണം. അതവിടെ പറയുന്നത്, വർണ്ണന അങ്ങനെ പറയുന്നത്. രാമ ലങ്കമാർഗം ആശു ദദാമിതേ, അതായത് ലങ്കയിലേക്കുള്ള വഴി ഞാൻ തരുന്നു എന്ന് പറഞ്ഞ് ഇത്തം. അപ്പോൾ ശിക്ഷയ്ക്കുള്ള ഇത് വന്നപ്പോഴാണ് അങ്ങനെ തോന്നിയത്. അത് അദ്ദേഹം തന്നെ പറഞ്ഞു. ഇത്തം വണങ്ങി സ്തുതിച്ച വരുണനോടുത്തമ പുരുഷൻ താൻ വരണം ചെയ്തു. ഭഗവാൻ പറഞ്ഞു, ബാണം മതിയ അമോഘം അതിന്നിഹ വേണമൊരു ലക്ഷ്യം എന്തതിനുള്ളതും. അതായത് നിഷ്ഫലമാകാത്തത് ഒരു വഴി വന്നാൽ അത് നിഷ്ഫലമായത് ഭാവിയിൽ വേണം. അതാണ് തോന്നുന്നു. അത് ഈ ബാണം മതിയം അമോഘമതിന്നിഹ വേണം ഒരു ലക്ഷ്യം എന്തതിനുള്ളതും എന്തിതിനുള്ളതും വാട്ടമില്ല അതൊരു ലക്ഷ്യം അതിന് നീ കാട്ടിത്തരണം എനിക്ക് വരാനിധേ. എനിക്ക് ഇന്നത്തേക്ക് മാത്രമുള്ളതല്ല, ഇത് ഭാവിയിലേക്കൊക്കെ ഇവിടെ ഇത് വേണം. ആ ഒരു വഴി അത് നിഷ്ഫലമാകാൻ പാടില്ല. ഇന്ന് കഴിഞ്ഞിട്ട് നാളെ വെള്ളം കയറി മൂടാൻ പാടില്ല. അർണവനാഥനം ചൊല്ലിനാൻ അന്നേരം അന്യൂന കാരുണ്യ സിന്ധോ ജഗൽപതി. അപ്പം ഈ പറഞ്ഞ ആരാണ്? അപ്പതി പറഞ്ഞു. അങ്ങനെ ജഗൽപതി ഉത്തരാസ്യാം ദിശി ഒരു സ്ഥലം പറയുവാണ്. ഉത്തരസ്യ, അതായത് വടക്കേ ദിക്കിൽ, ഉത്തരസ്യ ദിശി തീരഭൂതലേ, അവിടുത്തെ തീരത്തിൻ്റെ ഭൂതലത്തിൽ ചിത്രദ്രുമകുല്യ ദേശം, ദ്രുമകുല്യ എന്ന ഭംഗിയേറിയ ഒരു ദേശമുണ്ട്. സുഭിക്ഷത, അത് കൊള്ളാം. തത്ര പാപാത്മാക്കളുണ്ട് നിശാചരൻ, ഇത്രയും പാരം ഉപദ്രവിച്ചിടുപോർ. അവിടെ പാപാത്മാക്കളുണ്ട്, നിശാചരന്മാരുണ്ട്, അവർ ഉപദ്രവിക്കുന്നവരാണ്. വേഗാൽ അവിടെ കൈക്കബാണന്തവ ലോകോ ഉപകാരകമാം. അത് അവിടെ ചെന്നാൽ നിശാചരന്മാരുണ്ട്, അതൊക്കെ മാറിപ്പോയി ബാണം അവിടെ കയക്കും. അപ്പോൾ അവിടെ ലോക ഉപകാരം ഇന്നും അതങ്ങനെ ഉപകാരപ്പെട്ട് ഇരിക്കുന്നു. അതാണ് എന്നും അതങ്ങനെ ഇരിക്കും. രാമനും ബാണം അയച്ചാൻ അത് നേരെ ആമയം തേടിടും. ആഭീരമണ്ഡലം എല്ലാം കൂടി, ആഭീരം വെച്ചാൽ ഇടയക്കൂട്ടം എന്നാണ് എൻ്റെ അവിടുത്തെ സ്ഥലത്തെ പേര്, ഇടയക്കൂട്ടം. അത് ആമയം തേടിടും ആഭീരമണ്ഡലം എല്ലാം ഒടുക്കി വേഗന ബാണം പോന്നുമല്ലവേ തൂണിരവും ബുക്ക് ചെയ്ത് ആദരാൽ ബാണം അവിടെ ചെന്ന് തിരിച്ചു വന്നു. എന്നിട്ട് തൽക്കൂല ദേശവും അന്ന് തൊട്ട് എത്രയും മുഖ്യ ജനപദമായി വന്നപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെയും മുഖ്യ ജനങ്ങൾ അന്ന് തൊട്ട് ഇന്ന് വരെയും അവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. സാഗരം ചൊല്ലിനാൻ സാധന അന്നേരാകുലമെന്നി എന്ന് മജ്ജലേ സത്വരം സേതു ബന്ധിക്കാ. ഒത്തിരി സമയമായി.
നളനാ കവിവരൻ, നളൻ വെച്ചാൽ വിശ്വകർമാവിൻ്റെ മകനോ കണ്ട, നളനാ ഒരു കവിവരനാണ്. കവിവരൻ ഏതും അവനൊരു ദണ്ഡമുണ്ടായവരാ വിശ്വകർമാവിൻ മകൻ അവനാകയാൽ വിശ്വശില്പ ക്രിയാതൽപരനത്തെ അത്ര തൽപരനാണ് വിശ്വകർമാവിൻ്റെ മകൻ. വിശ്വദുരിതാപകാരണിയായി തവ വിശ്വമെല്ലാം നിറഞ്ഞിടുന്ന കീർത്തിയും വർദ്ധിക്കും എന്ന് പറഞ്ഞു. തൊഴുതുടൻ അബ്ധിയുമെല്ലേ മറഞ്ഞരുളിന്. അങ്ങനെ സമുദ്രം മറഞ്ഞു. വരണൻ സന്തുഷ്ടനായൊരു രാമചന്ദ്രൻ തഥാ ചിന്തിച്ച് സുഗ്രീവലക്ഷ്മണന്മാരുടെ പ്രാജ്ഞനായി, അത് സമർത്ഥനായ നളനാണ്. വിശ്വകർമാൻ മകൻ സമർത്ഥനാണ്. പ്രാജ്ഞനായിടം നളനെ വിളിച്ചുടൻ ആജ്ഞയെ ചെയ്തത് സേതുബ സംബന്ധേന തൽക്ഷണേ മർക്കടമുഖ്യനാകും നളൻ പുഷ്കരനേത്രനെ വന്ദിച്ച് സത്വരം പർവ്വതതുല്യ ശരീരകളാകിന ദുർവാര വീര്യമീയെന്ന കവികളും സർവ്വദിക്കെങ്കിലും നിന്ന് സരഭസം പർവ്വത ഭാഷാണ പാദപജാലങ്ങൾ എന്ന് വെച്ചാൽ കല്ലും പിന്നെ എന്തൊക്കെയോ പാറയും എല്ലാം പറക്കൊണ്ടുവന്ന് സേതു ബന്ധിക്കാൻ ഈ വലിയ വലിയ ബലമുള്ള കവിവരന്മാരെല്ലാം നാലാദിക്കിലും പോയി സർവസാനം കല്ല് ഇഷ്ടിയൊക്കെ വേണ്ടി. അങ്ങനെ ദുർവാര വീര്യമയ എന്ന, അതായത് തടുക്കാൻ പറ്റാത്ത വീര്യമുള്ളവർ, അത്ര ഉള്ളവരൊന്ന് കവികൾ കുരങ്ങന്മാർ സർവ്വദിക്കിങ്ങിൽ നിന്ന് സരഭസം പർവ്വത പാഷാണ പാദപജാലങ്ങൾ കൊണ്ടുവരുന്നവ വാങ്ങി തെരുതരേ കുണ്ടതാഹീനം പടുത്തു തുടങ്ങിയ അങ്ങനെ സേതു ഉണ്ടാക്കുന്നത് വഴി നടക്കാൻ. ആരാ ചെയ്ത്? നളൻ. നേരെ ശതയോജനായുധം ആയുടൻ ഈരഞ്ച് യോജന വിസ്താരമാം വണ്ണം യുദ്ധം പടുത്തു തുടങ്ങും വിധവും രാമഭദ്രനാൻ ദാശരഥി ജഗദീശ്വരൻ വ്യോമകേശം പരമേശ്വരം ശങ്കരം രാമേശ്വരം എന്ന നാമം അരുളി ചെയ്ത് അവിടെ പേരെന്താ? രാമേശ്വരം എന്ന പേര് ചെയ്തു. അതാണ് രാമേശ്വരം. ശോഭനമായ മുഹൂർത്തന സംസ്ഥാപ്യ പാപഹരായ ത്രിലോക ഹിതാർത്ഥമ ത്രിലോകങ്ങൾക്ക് ഹിതം പറ്റുന്ന ആർക്ക് ചെന്ന ഹിതപ്രകമാണ്. പൂജിച്ചു വന്ദിച്ചു ഭക്തിയ നമസ്കൃത്യ രാജീവലോചനനെയും അരുളി ചെയ്തു. യാതൊരു മർത്തൻ ഇവിടെ വന്നാതരാൽ സേതുബന്ധം കണ്ടു രാമേശ്വരനെയും ഭക്തിയ ഭജിക്കുന്നപ്പോൾ ബ്രഹ്മഹത്യാദി പാപങ്ങളോട് വേർപെട്ട് ഏത് ദോഷം വന്നാലും അതെല്ലാം ആ പാപങ്ങളെല്ലാം നശിച്ചിട്ട് ശുദ്ധനായി വന്നുകൊണ്ടും മമാനുഗ്രഹാൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ അത് അവരൊക്കെ ശുദ്ധമായി വരും. അവിടെ നിന്ന് കുളിച്ച് ആ രാമേശ്വരം സന്ദർശിച്ചാൽ മുക്തിയും വന്നിടുമില്ല. ഒരു സംശയം സേതുബന്ധത്തിൽ മജ്ജനവും ചെയ്ത് കുളിക്കുക. മജ്ജനം. ഭൂദേശനാകിയ രാമേശ്വരനെയും കണ്ടു വണങ്ങി പുറപ്പെട്ട് ശുദ്ധനായി കുണ്ടത കൈവിട്ട് വാരാണസി ബുക്ക് ഗംഗയിൽ സ്നാനവും ചെയ്ത് ദിതശ്രമം ഗംഗാ സലിലം കൊണ്ടുപോകുന്ന അങ്ങനെ ചേട്ടക്കപ്പോൾ സലിലം വെള്ളമാണ്. ഗംഗാ സലിലം കൊണ്ട് പോകുന്ന ആദരാൽ രാമേശ്വരനെ അഭിഷേകവും ചെയ്തതാ ശ്രീമൻ സമുദ്രയെ കളഞ്ഞു തൽഭാരവും. നമ്മൾ പോകുന്നുണ്ട് ഭാരങ്ങൾ അവിടെ അങ്ങ് ഇറക്കി കളയും. ചിലർ എവിടെ പോകുമ്പോൾ കല്ലെടുത്തരുന്ന് പറയാം, നമ്മുടെ ഭാരം കളയുന്ന കണക്ക് എന്തൊക്കെ ചെയ്യും. അപ്പം മനസ്സുകൊണ്ട് നമ്മുടെ എൻ്റെ ദുരിതങ്ങളും ദുഃഖങ്ങളും അവിടെ മാറുന്നതുകൊണ്ട് പറഞ്ഞ് അവിടെ ഇറക്കി അങ്ങ് വയ്ക്കും. മനസ്സുകൊണ്ട് ഇറക്കി അങ്ങ് വെച്ചിട്ട് മജ്ജനം ചെയ്യുന്ന മർത്തിന് എന്നോട് സായുജ്യം വരുന്നതിനുള്ള സംശയം അങ്ങനെ ചെയ്യുന്നവർക്ക് ഭഗവാൻ സായുജ്യമാകാം എന്നരുളി ചെയ്തു. രാമൻ തിരുവടി നന്നായി തൊഴുതു സേവിച്ചത് എല്ലാവരും വിശ്വകർമാത്മജനാൻ നളനും പിന്നെ വിശ്വാസമോട് പടുത്തു തുടങ്ങിനാൻ. വിദ്രുത അദ്രിഭാഷാണ തരുക്കളാല ദിനെ തീർന്നു 14 യോജന 100ന് 14 യോജന അന്ന് തീർത്തു. കുറച്ചല്ലേ ചെയ്യാൻ പറ്റൂ. തീർന്ന് 20 യോജന പിറ്റേന്ന് 20 യോജന കെട്ടി. 3-ാം ദിനം 21 യോജന. 4-ാം ദിനം 22 23 5-ാം ദിനം 5 നാൾ കൊണ്ട് ശതയോജനായതം 5 ദിനം കൊണ്ട് 100 യോജനയും കെട്ടി. ചഞ്ചലമെന്നിയേ തീർന്നോരനന്തരം സേതുവിന്മേലെ നടന്നു. കവികളും ആതങ്കഹീനം കടന്നു തുടങ്ങിനാൻ. എല്ലാവരും സന്തോഷത്തോടെ വിഷമമില്ലാതെ നടന്നു. അതിലെ കൂടെ ആതങ്കഹീനം ഒരു വിഷമം കൂടെ നടന്നു. മാരുതി കണ്ടേ കരേറി രഘുത്തമൻ അറിയാമല്ലേ, ഹനുമാന്റെ കണ്ടത്തിൽ കയറി രഘുത്തമനും താരെ കണ്ടേ സുമിത്രാതനയനും ആരുഹ്യ ചെന്ന് സുബേല അചല മുകളിൽ എറിഞ്ഞാൻ വാന്റെ സേനയോടും ദ്രുതം ഗംഗാപുര ലോകനാശായ രാഘവൻ. ലങ്കാപുരത്തെ നശിപ്പിക്കുന്ന രാഘവൻ. ലങ്കാപുരത്തെ നശിപ്പിക്കുന്നതാണല്ലോ രാഘവൻ. ശങ്കാവിഹീനം സുബേല അചലോപരി സംപ്രാപ്യ നോക്കിയ നേരത്തെ കണ്ടിതു. അങ്ങനെ അതിൻ്റെ മുകളിൽ കയറിയത് എങ്ങനെയാ? ഹനുമാന്റെ തോളിൽ ശ്രീരാമനും അങ്കദന്റെ കണ്ടത്തിൽ ലക്ഷ്മണൻ, അങ്ങനെ എല്ലാവരുടെ കവികളവിടെ പോയി ഈ പർവ്വതത്തിന് മുകളിൽ. അപ്പോൾ എന്ത് കണ്ടു? സംപ്രാപ്യം നോക്കിയ നേരത്ത് കണ്ടിതു. ജംഭാരിതൻ പുരിക്കൊത്ത ലങ്കാപുരം, ഇന്ദ്രപുരിക്കൊത്ത ജംഭാരി ഇന്ദ്രന്റെ സ്വർഗലോകത്തിനൊത്ത ലങ്കാപുരമാണ് കാണുന്നത്. രാവണന്റെ സ്വർണ്ണമയധ്വജ പ്രാകാര തോരണപൂർണ്ണ മനോഹരം പ്രാസാദ സങ്കുലം. മാളയ്ക്ക് അത്രമാത്രം രസം. കൈലാസ ശൈലേന്ദ്ര സന്നിഭ ഗോപുര ജാല പരിഘ ശതഘ്നി സമന്വിതം. കൈലാസപർവ്വത്തിനേക്കാളും ശോഭയേറിയ ജാല പരിഘ തദഘ്ന്, അതായത് ഇരുമ്പുലക്കകൾ 100 കൊലികൾ ഇവയോടുകൂടി എന്തൊക്കെയോ ആയുധങ്ങൾ.
ജാല പരിക ശതക്രി സമന്വിതം പ്രാസാദ മൂർധന് വിസ്തീർണദേശേ മുദാവാസോ തുല്യ പ്രഭാവന രാവണൻ. അങ്ങനെ രാവണൻ എന്ത് ചെയ്യുന്നു? രത്നസിംഹാസനെ മന്ത്രിഭി സങ്കുലേ രത്നദണ്ഡാത പത്രൈ രൂപശോഭിത രത്നദണ്ഡാത പത്രൈ രൂപശോഭിതേ, അതായത് രത്നം പതിച്ച കാലുകളോടുകൂടിയ കുടകളാൽ ശോഭിക്കുന്ന അങ്ങനെയുള്ള സ്ഥലത്ത് അയാൾ ഇരിക്കുന്നു. ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും ബാല തരുണിമാരെ കൊണ്ട് വീശി കൊടുക്കുന്ന സുന്ദരികളായ തരുണിമാർ. നീലശൈലാഭം ദശകിരീടോജ്വലം നീലമേഘോപമം കണ്ടു ദേഹൂത്തമൻ. ഇത് പതുക്കെ വായിച്ചില്ലേ മൊത്തം തെറ്റുവരും. വിസ്മയം കൈക്കൊണ്ടു മാനിച്ചു മാനസേ സസ്മിതം വാനരന്മാരോട് ചൊല്ലി ഞാൻ. ഇതൊക്കെ കണ്ടു. ആര് കണ്ടു? അവനങ്ങനെ രാവണൻ അങ്ങനെ സുഖമായോടിരിക്കുന്നത് ഇന്ദ്ര സ്വർഗത്തിനേക്കാളും. അത് ശ്രീരാമൻ ഇത് കണ്ടിട്ട് വിസ്മയം കണ്ട് പറയുന്നു, വാനരന്മാരോട് പറയുന്നു, കുരങ്ങന്മാരോട് രാവണ ശുഖ സംവാദം അങ്ങനെ പറഞ്ഞു. അവിടെ അങ്ങനെ പറയുന്നു. ഇനി ഇവിടെ എന്താ പറയുക? രാവണനോട് ശുഖൻ എന്ന് പറയുന്നവിടെ മുന്നേ നിബദ്ധനായ ഒരു ശുഖാസുരൻ തന്നെ വിരവോട് അയക്കാൻ മടിയാതെ. കാരണം അവിടെ കെട്ടിയിട്ടേക്കല്ലേ, ബന്ധിച്ചിട്ടേക്കല്ലേ, പറഞ്ഞയച്ചില്ലല്ലോ രാവണ അടുക്കലേക്ക് ദൂതനെ. ഇനി മടിക്കാതെ ഇനി ചെന്ന് അവിടേക്ക് അടിച്ചു വിടൂ. ചെന്ന് ദശഗ്രീവനോട് വൃത്താന്തങ്ങൾ ഒന്നൊഴിയാതെ അറിയിക്കുക, വൈകാതെ ഇനി രാവണത്തിൽ നിന്നെല്ലാം പറഞ്ഞ് പോവുക എന്ന് പറഞ്ഞു. എന്നരുൾ ചെയ്ത് അത് കേട്ട് തൊഴുതവൻ ചെന്നു ദശാനൻ തന്നെ വണങ്ങി ഞാൻ. അങ്ങനെ ശുഗനാണല്ലോ ഈ രാവണൻ പറഞ്ഞിട്ട് ദൂതൻ. ആ ദൂതനെ പറഞ്ഞു വിട്ടിട്ട് ചെന്ന് വൈകാതെ പോയി ഈ വിവരങ്ങളെല്ലാം ചെന്ന് പറയൂ എന്ന് ഇവർ ദൂതനെ ശിക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ. ദൂതനെ രാവണൻ പറഞ്ഞു വിട്ടതല്ലയോ. അയാളിപ്പോൾ അങ്ങനെ ദോഷം ചെയ്ത ആളല്ലല്ലോ. അപ്പോൾ അയാളുടെ കയ്യിൽ ഇരിപ്പുണ്ട്. കവികൾക്കറിയില്ല, അവർ ഇഷ്ടംപോലെ ശിക്ഷിച്ചു. എന്നിട്ടും കൊള്ളാം, ദശൻ തന്നെ ചെന്ന് അയാൾ വണങ്ങി. ഇനി ബാക്കി അത് എന്തായാലും നമുക്ക് നാളെ വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോഹ. നിലനിന്ന് വായിക്കണേക്കളെ ഉള്ള അറിവനുസരിച്ച് അതിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അറിയുന്നെങ്കിൽ കമൻസ് ഇടും. ഇതൊക്കെ മനസ്സിലാകുന്നുണ്ട്. എനിക്ക് സന്തോഷമുണ്ട് ഇത്രയെങ്കിലും പറയാൻ പറ്റി, ഭഗവാന്റെ അനുഗ്രഹം. അല്ല എനിക്കിതൊന്നും പഠിച്ചതും അറിഞ്ഞോളൂ, എന്തൊക്കെ പറഞ്ഞ് എനിക്ക് തന്നെ അറിയില്ല. എന്തൊക്കെയോ അതുപോലെ സ്പീഡ് വരുന്നു, മനസ്സിൽ ഇങ്ങനെ വിഷമം വരുന്നു, എന്താ തീരുന്നില്ലല്ലോ എന്നൊരു വെപ്രാണ്. അതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞ് എനിക്ക് തന്നെ അറിയില്ല. ഹരി ഓം ഹരി ഓം ഹരി ഓം.